പ്രേക്ഷകർക്കും നേരം വൈകുന്നേരത്തിലേക്ക് സ്വാഗതം. എന്തായാലും തിരുവനന്തപുരത്ത് ഇപ്പോൾ നല്ല ശാന്തസുന്ദരമായ ഒരു വൈകുന്നേരമാണ്. പക്ഷേ ചിലയിടങ്ങളിലൊക്കെ മഴ ലഭിക്കുന്നുണ്ട് എന്ന വിവരമുണ്ട്. എന്തായാലും എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു ഈവനിങ് ആയിരിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. സ്വാഗതം നേരം വൈകുന്നേരത്തിലേക്ക്. രാഹുൽ മാങ്കൂട്ടത്തിൽ ഉറക്ക ഗുളിക കഴിച്ച് വീട്ടിനുള്ളിൽ ഒതുങ്ങിക്കഴിയുന്ന ബുദ്ധിമുട്ടൊക്കെ അവസാനിപ്പിച്ച് മണ്ഡലത്തിൽ സജീവമാകാൻ തീരുമാനിച്ചിരിക്കുകയാണ്. സഭ കൂടിയപ്പോൾ ആദ്യ ദിവസം രാഹുൽ മാങ്കൂട്ടത്തിൽ സഭയിലെത്തിയിരുന്നു. കോൺഗ്രസിന്റെ തന്നെ എതിർപ്പ് മറികടന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ അന്ന് സഭയിലെത്തിയത്. അതിനുശേഷം ശബരിമലയിൽ പോയി ദർശനം നടത്തി. അതിന് പിന്നാലെ ഇപ്പോൾ പാലക്കാട് എത്തിയിരിക്കുകയാണ്. മണ്ഡലത്തിൽ സജീവമാകാനാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ തീരുമാനിച്ചിരിക്കുന്നത്. ഇന്നലെ അർദ്ധരാത്രി 2 മണിക്ക് അടൂരിൽ നിന്ന് പുറപ്പെട്ടു എന്നാണ് മനസ്സിലാകുന്നത്. MLA-യുടെ എപ്പോഴും ഉപയോഗിക്കുന്ന വാഹനം മാറ്റി മറ്റൊരു വാഹനത്തിൽ MLA-യുടെ ബോർഡ് വെച്ച് അങ്ങനെ പ്രാദേശിക നേതാക്കളുടെ സാന്നിധ്യത്തോടു കൂടി രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്ന് പാലക്കാടെത്തി. അവിടെ കോൺഗ്രസ് നേതാക്കളുടെ മരണ വീടുകൾ സന്ദർശിച്ചായിരുന്നു പാലക്കാട്ട് രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ 38 ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷമുള്ള സന്ദർശനം. 38 ദിവസം നമുക്കറിയാം. ലൈംഗിക ആരോപണങ്ങൾ നേരിട്ട് പാർട്ടിയിൽ നിന്ന് നടപടി നേരിട്ട് പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്യപ്പെട്ട പാർലമെന്ററി ഇതിൽ നിന്നും നടപടി നേരിട്ട രാഹുൽ മാങ്കൂട്ടത്തിൽ 38 ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷമാണിപ്പോൾ പാലക്കാട് എത്തിയിരിക്കുന്നത്. അപ്പോൾ ആരുടെയൊക്കെ വീടുകളിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പോയെന്ന് ചോദിച്ചാൽ കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റിന്റെ അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു മരണവീട്ടിൽ പോയി. അതിനുശേഷം കോൺഗ്രസ് നേതാവ് PJ പൗലോസിന്റെ അന്തരിച്ച കോൺഗ്രസ് നേതാവ് PJ പൗലോസിന്റെ മണ്ണാർക്കാട്ടെ വീട്ടിൽ പോയി. അവിടെയൊക്കെ സന്ദർശനം നടത്തി. അവിടെ രാഹുൽ ഒറ്റയ്ക്കല്ല എത്തിയത്. രാഹുലിനൊപ്പം പ്രാദേശിക നേതാക്കളുടെ ഒരു വലിയ സംഘമുണ്ടായിരുന്നു. ഇതുപോലെ വീരവാദം മുഴക്കുന്ന നേതാക്കന്മാരുണ്ടായിരുന്നു. പിന്നെ ഈ എത്തിയ ഇടങ്ങളിൽ രാഹുലിനെ കണ്ടുമുട്ടിയ നേതാക്കളുണ്ടായിരുന്നു. രാഹുലിനെ ബെന്നി ബെഹനാൻ ചേർത്ത് പിടിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ മാധ്യമങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. DCC പ്രസിഡന്റ് A തങ്കപ്പൻ രാഹുൽ മാങ്കൂട്ടത്തിലിന് കൈ കൊടുക്കുന്നതിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുമായി രാഹുൽ മാങ്കൂട്ടത്തിൽ ആശയവിനിമയം നടത്തുന്നതിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. എല്ലാവരെയും കണ്ട് സൗഹൃദം പുതുക്കി ചിരിച്ചുകൊണ്ട് നടന്നു പോകുന്ന രാഹുൽ മാങ്കൂട്ടത്തിലിനെയാണ് കാണുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിലിനെ വീരപുരുഷനായി അവതരിപ്പിക്കുന്ന അദ്ദേഹത്തിന്റെ സഹയാത്രികരായിട്ടുള്ള പ്രാദേശിക നേതാക്കളെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ആ ദൃശ്യങ്ങളിൽ. എന്തായാലും മണ്ഡലത്തിൽ സജീവമാകാൻ രാഹുൽ മാങ്കൂട്ടത്തിൽ തീരുമാനിക്കുന്നു എന്നാണ് മനസ്സിലാകുന്നത്. രാഹുൽ സഭയിലെത്തിയപ്പോൾ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകന്റെ അകമ്പടിയോടുകൂടിയാണ് രാഹുൽ സഭയിലെത്തിയത്. അവിടെയും രാഹുലുമായി ആശയവിനിമയം നടത്തുന്ന നേതാക്കളെ നമ്മൾ കണ്ടതാണ്. നടപടിയെടുത്തുവെങ്കിലും അങ്ങനെ ഒഴിവാക്കുന്നില്ല എന്നത് പ്രഖ്യാപിത നിലപാടാണ്. ആ പിന്തുണ ഇപ്പോഴും രാഹുലിന് എത്തുന്ന ഇടങ്ങളിൽ നേതാക്കളുടെ ഭാഗത്തു നിന്നൊക്കെ ലഭിക്കുന്നുണ്ട് എന്നതാണ് മനസ്സിലാക്കുന്നത്. സൈബർ ആക്രമണത്തെ പേടിച്ചാകാം ചിലപ്പോൾ കൈകൊടുക്കുന്നതും ചേർത്ത് പിടിക്കുന്നതും എന്ന് നമുക്കറിയില്ല. എന്തായാലും നേതാക്കൾ സ്വീകരിക്കുന്നുണ്ട്. വീരവാദം പറഞ്ഞ് കൂടെ സപ്പോർട്ടുമായി പ്രാദേശിക നേതാക്കളൊക്കെ രാഹുലിനൊപ്പമുണ്ട്. മണ്ഡലത്തിൽ സജീവമാകാൻ തന്നെ രാഹുൽ തീരുമാനിക്കുന്നു എന്ന് മനസ്സിലാകുന്നു. രാഹുൽ ഏറ്റവും ഒടുവിൽ MLA ഓഫീസിലും എത്തിയിരിക്കുന്നു. നേരത്തെ രാവിലെ മുതൽ തന്നെ രാഹുലിനോട് മാധ്യമങ്ങൾ പ്രതികരണം ആരായുമ്പോൾ പിന്നീട് പറയാമെന്ന് പറഞ്ഞ് മാധ്യമങ്ങൾക്ക് മുഖം കൊടുക്കാതെ ഒഴിഞ്ഞു മാറുകയായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിലെങ്കിൽ പാലക്കാട് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ MLA ഓഫീസിലും എത്തിയിരിക്കുന്നു രാഹുൽ എന്നാണ് മനസ്സിലാകുന്നത്. നേരത്തെ പ്രതിഷേധം BJPയുടെ ഭാഗത്തു നിന്നുമാണ് ആദ്യമുണ്ടായത്. പൊതുപരിപാടികളിലോ MLA ഓഫീസിലോ എത്തിയാൽ അത് അനുവദിക്കില്ല എന്നതായിരുന്നു BJPയുടെ പ്രഖ്യാപിത നിലപാട്. എങ്കിലും രാഹുൽ മാങ്കൂട്ടത്തിൽ 38 ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം മണ്ഡലത്തിലെത്തിയപ്പോൾ BJP അതിൽ പ്രതിഷേധിച്ച് റാലി നടത്തി. BJPയുടെ പ്രതികരണം കാണാം. ചൂലും പിടിച്ചുകൊണ്ടാണ് വനിതാ പ്രവർത്തകർ ഉൾപ്പെടെയുള്ളവർ പ്രതിഷേധത്തിൽ അണിനിരന്നത്. കണ്ണും കയ്യും
ബിജെപി ചൂലുമായി ബിജെപി പ്രവർത്തകരുടെ പ്രതിഷേധമാണ് പാലക്കാട് കണ്ടത്. രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് മണ്ഡലത്തിലെത്തിയപ്പോഴായിരുന്നു അവരുടെ പ്രതിഷേധം. രാഹുൽ എങ്ങനെ പാലക്കാട് മണ്ഡലത്തിലേക്ക് എത്തി എന്ന് നോക്കിയാൽ CPM സംസ്ഥാന സെക്രട്ടറി തന്നെ പാലക്കാട് രാഹുൽ എത്തിയാൽ തടയില്ല എന്ന് പറഞ്ഞിരുന്നതാണ്. അപ്പോൾ CPM-ന്റെ ഭാഗത്ത് നിന്ന് പ്രതിഷേധമുണ്ടാകില്ല എന്ന ഒരു ഉറപ്പ് കൂടി രാഹുൽ മാങ്കൂട്ടത്തിൽ മണ്ഡലത്തിലേക്ക് എത്താൻ ഇടയാക്കിയിട്ടുണ്ട്. പക്ഷേ 38 ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം രാഹുൽ മാങ്കൂട്ടത്തിൽ എത്തുമ്പോൾ ഡിവൈഎഫ്ഐയുടെ ചെറിയ ഒരു പ്രതിഷേധം അവിടെ അരങ്ങേറിയിട്ടുണ്ട്. അത് രാഹുലിനെ ഭയക്കണം അല്ലെങ്കിൽ രാഹുലിനെ കരുതിയിരിക്കണം എന്ന ഒരു ബോധവൽക്കരണ ശ്രമമാണ് ഡിവൈഎഫ്ഐയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. സ്ഥാപനങ്ങളുടെ ഉടമകളുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് രാഹുൽ മാങ്കൂട്ടം പാലക്കാട് ഇറങ്ങിയ വിവരം വ്യസനസമേതം ഡിവൈഎഫ്ഐ അറിയിക്കുകയാണ്. വസ്ത്രവ്യാപാരികൾ പുറത്തുവച്ചിരിക്കുന്ന പ്രതിമകൾ എത്രയും പെട്ടെന്ന് തന്നെ സ്ത്രീകളുടെ പ്രതിമകൾ ഉണ്ടെങ്കിൽ എടുത്തൊള്ളിൽ വെക്കണമെന്ന് വിനീതപൂർവ്വം അറിയിക്കുകയാണ്. നിങ്ങളുടെ വാട്സാപ്പിൽ, ഇൻസ്റ്റഗ്രാമിൽ, ടെലഗ്രാമിൽ 12 മണിക്ക് ശേഷം ഗൂഗിൾ പേയിൽ എന്തെങ്കിലും മെസ്സേജ് വന്നാൽ ആരും തന്നെ റീപ്ലൈ കൊടുക്കരുത്. എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ രാഹുലിനെ തടയില്ല എന്ന CPM സംസ്ഥാന സെക്രട്ടറിയുടെ വാക്കുകൾ നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ എവിടെയും തടയാനുള്ള നീക്കമൊന്നും ഉണ്ടായില്ല. പക്ഷേ ഒരു മുന്നറിയിപ്പാണ് ഡിവൈഎഫ്ഐയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. അത് വസ്ത്ര വ്യാപാരികൾ കടയ്ക്ക് മുന്നിൽ വെച്ചിരിക്കുന്ന സ്ത്രീകളുടെ രൂപങ്ങൾ എടുത്തു മാറ്റണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വളരെ പരിഹാസ രൂപേണ രാഹുലിനെ എതിരെയുള്ള ഒരു പ്രതിഷേധം അവർ സംഘടിപ്പിക്കുകയായിരുന്നു. കോൺഗ്രസിൽ തന്നെ ഭിന്നത നിലനിൽക്കുമ്പോഴാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ മണ്ഡലത്തിലെത്തുന്നത്. ജില്ലാ നേതൃത്വത്തിന് രാഹുൽ മാങ്കൂട്ടത്തിൽ അവിടേക്ക് എത്തുന്നത് ഈ സാഹചര്യത്തിൽ ഗുണം ചെയ്യില്ല എന്നൊരു അഭിപ്രായമായിരുന്നു. പക്ഷേ ഷാഫി പറമ്പിലിന് രാഹുൽ മാങ്കൂട്ടത്തിലിനെ അവിടെ കൊണ്ടുവരാൻ മുൻകൈയെടുത്തു. ഷാഫിയുടെ നേതൃത്വത്തിലുള്ള ഒരു സംഘം അതിനുവേണ്ടി പ്രവർത്തിച്ചു. അതുകൊണ്ട് തന്നെ 38 ദിവസം ഈ നിരന്തരമായിട്ടുള്ള പരാതികൾ, അതിന്റെ അന്വേഷണം നടക്കുന്നു. അതിൽ ഒരു തീരുമാനവുമാകുന്നതിന് മുൻപ് തന്നെ മണ്ഡലത്തിലേക്ക് രാഹുലിനെത്താനായി. അവിടെ ഷാഫി പക്ഷം തന്നെ വിജയിക്കുന്നതാണ് നമ്മൾ കണ്ടത്. ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ മണ്ഡലത്തിലെത്തുന്ന സമയത്തിനും ഒരു പ്രത്യേകതയുണ്ട്. ഇന്നലെ അവിടെ കൺവെൻഷനിൽ എന്തുകൊണ്ട് രാഹുലിനെതിരെ നടപടിയെടുത്തു എന്നതൊക്കെ UDF കൺവെൻഷനിൽ VD സതീശൻ വിശദീകരിച്ച ദിവസമാണ് കഴിഞ്ഞ ദിവസം. അത് പാർട്ടി ഒന്നിച്ചെടുത്ത തീരുമാനമാണെന്നും പാർട്ടി ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലെടുത്ത തീരുമാനമാണെന്നും പാർട്ടിക്ക് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലെടുത്ത തീരുമാനമാണ് എന്നും VD സതീശൻ വിശദീകരിച്ചതിന്റെ തൊട്ട് പിറ്റേ ദിവസം ആണ് രാഹുൽ മാങ്കൂട്ടത്തിൽ അവിടെ എത്തുന്നത് എന്നതുകൂടി അറിയണം. സഭയിലേക്ക് എത്തേണ്ടതില്ല രാഹുൽ എന്ന നിലപാട് VD സതീശൻ ഉൾപ്പെടെയുള്ളവർ ശക്തമായി സ്വീകരിച്ചതിന് പിന്നാലെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ അവിടെ നിയമസഭയിൽ ആദ്യത്തെ ദിവസം എത്തിയത്. അപ്പോൾ രാഹുൽ ആരെയാണ് വെല്ലുവിളിക്കുന്നത് എന്നത് ഇതിൽ നിന്നൊക്കെ വ്യക്തമാണ്. നേതൃത്വത്തിന്റെ കൂടി എതിർപ്പ് മറികടന്നുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ അവിടെ എത്തിയിരിക്കുന്നത്. ഈ ഒരു സാഹചര്യം ഇങ്ങനെ പോകട്ടെ എന്നത് കണ്ടുകൊണ്ടാകും എന്തായാലും വലിയ രീതിയിലുള്ള പ്രതിഷേധം ഒന്നും അവിടെ ഉടലെടുക്കുന്നില്ല. ഇപ്പോൾ ഔദ്യോഗിക പരിപാടിയിലേക്ക് വന്നാൽ ഒരുപക്ഷെ നിറം മാറിയേക്കാം. എന്തായാലും കോൺഗ്രസിനുള്ളിൽ തന്നെ വലിയ ഭിന്നതകൾ ഇതുമായി ബന്ധപ്പെട്ടുണ്ട്. രാഹുൽ വെല്ലുവിളിക്കുന്നതും കോൺഗ്രസിനെ തന്നെയാണ് എന്ന ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ മറ്റേതെങ്കിലും തരത്തിൽ രാഹുലിന് അനുകൂലമാകുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കപ്പെടേണ്ട എന്ന കരുതൽ കൂടി മറ്റ് പാർട്ടികൾക്ക് ഇതുമായി ബന്ധപ്പെട്ടുണ്ട് എന്ന് വേണം മനസ്സിലാക്കുന്നു. എന്തായാലും അവിടെ രാഹുൽ മാങ്കൂട്ടത്തിലിനെ അവതരിപ്പിക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ 38 ദിവസം കഴിഞ്ഞതിന് ശേഷം അവിടെ തിരിച്ചെത്തുമ്പോൾ അതിനെ എന്തോ വലിയ വീരപരിവേഷം നടത്തി ആഹ്ലാദിക്കുന്ന, ആഘോഷിക്കുന്ന നേതാക്കളോടാണ് നമുക്ക് പറയാനുള്ളത്. സ്വാതന്ത്ര്യ സമരം കഴിഞ്ഞിട്ടോ ഏതെങ്കിലും സമര പരിപാടികളിൽ അതിന് നേതൃത്വം കൊടുത്തിട്ടോ ജയിൽവാസം അനുഷ്ഠിച്ചതിന് ശേഷം മടങ്ങി വരുന്ന ഒരു നേതാവല്ല രാഹുൽ മാങ്കൂട്ടത്തിൽ. ജനങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും നല്ല കാര്യം ചെയ്തിട്ട് വരുന്ന നേതാവല്ല രാഹുൽ മാങ്കൂട്ടത്തിൽ. അയാൾ ലൈംഗിക ആരോപണം നേരിട്ടയാണ് ആളാണ്. അതിനൊക്കെ പുറമെ ആ പുറത്തു വന്ന ശബ്ദം തൻ്റേതല്ല എന്ന് ഇതുവരെ തുറന്നു പറയാത്ത ഒരു നേതാവ് കൂടിയാണ്. ആ രാഹുൽ മാങ്കൂട്ടത്തിനെയാണ് ഈ നേതാക്കൾ വീരപരിവേഷം നൽകി ആദരിക്കുന്നത്. എന്തോ മഹത്തായ കാര്യം ചെയ്ത ആൾ എന്ന നിലയിൽ അവതരിപ്പിക്കുകയും സ്വീകരിച്ചാനയിക്കുകയും ചെയ്യുന്നത്. സ്വന്തം ഉത്തരവാദിത്വം ഒന്ന് തള്ളിപ്പറയാൻ പോലും ധൈര്യമില്ലാത്ത, അല്ലെങ്കിൽ അങ്ങനെ പോലും സാധിക്കാത്ത ഒരാൾക്ക് ഈ രീതിയിൽ ഒരു സ്വീകരണം ഒരുക്കണമോ എന്നത്
ആ പാർട്ടി തന്നെ പരിശോധിക്കേണ്ടതാണ്. അതിന് മുൻകൈ എടുക്കുന്നവർ പരിശോധിക്കേണ്ടതാണ്. എന്തായാലും ഇത് നൽകുന്ന സന്ദേശം നല്ലതല്ല. അത് ആ പാർട്ടിക്ക് ഒരു തരത്തിലും ഗുണം ചെയ്യുന്നതുമല്ല. RSSന്റെ മുതിർന്ന പ്രചാരകൻ ജെ നന്ദകുമാർ ഇന്ന് ന്യൂസ് 18നോട് മനസ്സ് തുറന്ന് സംസാരിച്ചതിന്റെ അഭിമുഖം ന്യൂസ് 18 വാർത്തയായി നൽകിയിരുന്നു. പല പ്രസക്തമായ കാര്യങ്ങളും അദ്ദേഹം ആ ഇന്റർവ്യൂവിൽ പറയുന്നുണ്ടായിരുന്നു. ഞങ്ങളുടെ പ്രതിനിധി രഞ്ജിത്ത് രാമചന്ദ്രനാണ് ആ അഭിമുഖം ചിത്രീകരിച്ചത്. വളരെ പ്രധാനപ്പെട്ട പല വിഷയങ്ങളിലും അദ്ദേഹം എന്താണ് RSSന്റെ നിലപാട് എന്നത് പറഞ്ഞു പോകുന്നുണ്ട്. എല്ലാ വിഷയങ്ങളിലും നമുക്ക് പരിശോധിക്കുക സാധ്യമല്ല. പക്ഷേ BJPയുടെ ക്രൈസ്തവ നയതന്ത്രം എന്നത് RSS പിന്തുണയോടെ കൂടിയുള്ളതാണ് എന്നത് ഇന്ന് ജെ നന്ദകുമാർ ആ അഭിമുഖത്തിൽ സ്ഥിരീകരിക്കുന്നുണ്ട്. ആ വിഷയമാണ് നമ്മൾ ഇന്ന് പരിശോധിക്കാൻ പോകുന്നത്. അപ്പോൾ BJP കാണിക്കുന്ന ക്രൈസ്തവ സ്നേഹം എന്ന് പറയുന്നത് BJPയുടെ മാത്രം രാഷ്ട്രീയ തന്ത്രമല്ല, അത് RSS പിന്തുണയോട് കൂടിയുള്ള തന്ത്രമാണ് എന്നതാണ് നന്ദകുമാർ വിശദീകരിക്കുന്നത്, സ്ഥിരീകരിക്കുന്നത്. ക്രൈസ്തവ സഭകളുമായുള്ള ചർച്ചകൾക്ക് RSS തന്നെ മുൻകൈ എടുക്കുന്നുണ്ട് എന്നതാണ് ജെ നന്ദകുമാർ ന്യൂസ് 18നോട് പറഞ്ഞത്. മുസ്ലിം സമുദായമായി പോലും RSS ചർച്ച നടത്താൻ ശ്രമിച്ചിരുന്നു. ചില ഇടപെടലുകളാണ് പക്ഷേ അത് മുടക്കിക്കളഞ്ഞത്. ഛത്തീസ്ഗഡ് വിഷയത്തിൽ BJP ശരിയായ രീതിയിലാണ് ഇടപെട്ടത്. വിഷയമുയർത്തി സാമുദായിക വിടവുണ്ടാക്കാൻ കേരളത്തിൽ ശ്രമം നടന്നുവെന്നും ജെ നന്ദകുമാർ ആരോപിച്ചു. ഈ വാക്കുകൾ കുറച്ചുകൂടി പ്രസക്തമാകുന്നത് ഈ ക്രൈസ്തവ സ്നേഹവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ക്രൈസ്തവ നയതന്ത്രവുമായി ബന്ധപ്പെട്ട് ഇവിടെ സംഘപരിവാറും RSSും BJPയും രണ്ട് തട്ടിലാണ് എന്ന തരത്തിലുള്ള വാർത്തകൾ വന്നിരുന്നു. അത് വലിയ രീതിയിൽ ചർച്ചയായിരുന്നു. ആ ഘട്ടത്തിലാണ് ജെ നന്ദകുമാറിന്റെ വാക്കുകൾ കൂടുതൽ പ്രസക്തമാകുന്നത്. അദ്ദേഹത്തിന്റെ വാക്കുകൾ നമുക്ക് കേൾക്കാം. കേരളത്തിലെ സാഹചര്യത്തിൽ രാഷ്ട്രീയ പ്രസ്ഥാനം എന്ന നിലയ്ക്ക് ഭാരതീയ ജനതാ പാർട്ടിക്ക് അവർക്ക് മുന്നോട്ട് പോകാൻ വേണ്ടി സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങളുമായിട്ടും അവർ ഒരു ബ്രിഡ്ജ് ഉണ്ടാക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. ആ ബ്രിഡ്ജിംഗ് പ്രക്രിയയിൽ ഇസ്ലാമിക സമൂഹത്തെയും അവർ സമീപിക്കുന്നുണ്ട്. എത്രയോ കാലങ്ങളായിട്ട് രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിന്റെ അഖില ഭാരതീയ പ്രമുഖനായിരുന്ന സുദർശൻജി ഇവിടെ നേരിട്ട് വന്ന് മുസ്ലിം സമൂഹവുമായിട്ട് പോലും ചർച്ച ചെയ്യാൻ രാഷ്ട്ര സംബന്ധമായ കാര്യങ്ങളിൽ ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട്, പ്രത്യേകിച്ച് ഈ വലിയ പ്രതിസന്ധി നേരിടുന്ന സമയത്ത് ആ ഘട്ടത്തിൽ സുദർശൻജി 3-4 തവണ ക്രൈസ്തവ സഭാ നേതൃത്വവുമായിട്ട് ചർച്ച നടത്തിയിട്ടുണ്ട്. സമാന്തരമായി ഇസ്ലാമിക സമൂഹമായിട്ടും ചർച്ച ചെയ്യാൻ തയ്യാറായിട്ടുണ്ട്. പക്ഷേ എല്ലാം നിശ്ചയിച്ചതിന് ശേഷം പാലക്കാട് ചർച്ച ചെയ്യാനുള്ള സ്ഥലം പോലും തീരുമാനിച്ചതിന് ശേഷം അത്യുന്നത സ്ഥലങ്ങളിൽ നിന്ന് ഇടപെട്ട് ആ പരിപാടി ഒരു തരത്തിൽ പറഞ്ഞാൽ റദ്ദ് ചെയ്യിപ്പിക്കുകയാണ് ചെയ്തത്. അതുകൊണ്ട് ഇസ്ലാമിക വിഭാഗവുമായിട്ട് ഔദ്യോഗികമായി ചർച്ച ചെയ്യാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. എന്നാൽ ക്രൈസ്തവ സമൂഹവുമായിട്ട് ഞാൻ BJP മാത്രമല്ല സംഘവും അങ്ങനെയുള്ള ഒരു ഔട്ട്റീച്ച് നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്, നടത്തും എല്ലാ വിഭാഗങ്ങളുമായിട്ട്. അവിടെ നടന്ന ആ കാര്യത്തിന് വേറെ പല പശ്ചാത്തലങ്ങളുണ്ട്. വൻതോതിലുള്ള മതപരിവർത്തനം അവിടെ നടക്കുന്നുണ്ട് എന്നതിന്റെ കൃത്യമായ അറിവ് അവിടെയുള്ളവർക്കാണുള്ളത്. പക്ഷേ സംഭവിച്ചെന്താ, ആ കാര്യത്തിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട കന്യാസ്ത്രീകളോ അവരുടെ സഹായികളുടെയോ പ്രശ്നം ഉന്നയിച്ച് അവർ കേരളക്കാരായതുകൊണ്ട് കേരളത്തിൽ ഒരു പ്രത്യേകമായ രാഷ്ട്രീയ സാഹചര്യം ഉണ്ടാക്കിയെടുക്കാൻ ഇവിടുത്തെ ചില ആൾക്കാർ ശ്രമിച്ചു. അതുകൊണ്ട് തന്നെ BJP അത്തരമൊരു വിരുദ്ധ സാഹചര്യം കേരളത്തിൽ ഒരു സാമുദായിക സംഘർഷത്തിന്റെ ഒരു വിടവ് സൃഷ്ടിക്കാനുള്ള ശ്രമം പലരും ബോധപൂർവം നടത്തും. നമുക്കൊക്കെ അറിയാം, ഉത്തരവാദിത്ത ബോധമില്ലാത്ത, ഞാൻ എല്ലാവരെ കുറിച്ചല്ല പറയുന്നത്, ഒരു സമൂഹത്തിന്റെ ഇടയിൽ ഇത്തരം പ്രചാരവേല നടത്തുമ്പോൾ വളരെ വലിയ ഉത്തരവാദിത്ത ബോധം ഉണ്ടാകേണ്ടതാണ്. പക്ഷെ അത് പ്രകടിപ്പിക്കാതെ പലരും ചെയ്തപ്പോൾ അതിൽ നിന്ന് ഈ സമൂഹത്തെ അല്ലെങ്കിൽ നമ്മുടെ മൊത്തം കേരള സമൂഹത്തെ മുന്നോട്ട് നയിക്കാൻ ബാധ്യതയുള്ള പാർട്ടി എന്ന നിലയ്ക്ക് BJP കുറച്ച് ഉത്തരവാദിത്വ ബോധത്തോടുകൂടി അവിടെ പോവുകയും ആ പ്രശ്നം പരിഹരിക്കുകയും ചെയ്തു. ഇതാണ് അദ്ദേഹം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വിശദീകരിക്കുന്നത്. അദ്ദേഹം തന്നെ സൂചിപ്പിക്കുന്നത് ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകൾ അറസ്റ്റിലായ സംഭവമാണ്. കൃത്യമായി പറഞ്ഞാൽ ആ വിഷയം തന്നെയാണ് ഈ ക്രൈസ്തവ നയതന്ത്രത്തിൽ BJPക്കും RSSനും ഇടയിൽ രണ്ടഭിപ്രായം എന്ന തോന്നൽ ഉളവാക്കിയത്.
BJP നേതൃത്വം അടിക്കടി അവരുടെ നിലപാടുകൾ ശക്തിപ്പെടുത്തുന്നതും മയപ്പെടുത്തുന്നതും നമ്മൾ കണ്ടതാണ്. കന്യാസ്ത്രീകൾ നിരപരാധികളാണ് എന്ന് ആദ്യം പറഞ്ഞ BJP സംസ്ഥാന അധ്യക്ഷൻ പിന്നീട് അത് അന്വേഷണ സംഘം തീരുമാനിക്കേണ്ടതാണ് എന്ന് മാറ്റിപ്പറയുന്നത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ അതിൽ BJPയിൽ വലിയ ആശയക്കുഴപ്പങ്ങൾ സൃഷ്ടിച്ചു. അത് ക്രൈസ്തവ സമുദായത്തിനിടയിലും വലിയ രീതിയിലുള്ള ആശയക്കുഴപ്പങ്ങൾ BJPയുമായി ബന്ധപ്പെട്ട് സൃഷ്ടിക്കുന്നതൊക്കെ കണ്ടതാണ്. ഇപ്പോൾ അദ്ദേഹം അത് വ്യക്തമാക്കുന്നു. അപ്പോഴും ഛത്തീസ്ഗഡിലെ സർക്കാർ എടുത്ത നടപടികളെ തള്ളിപ്പറയുന്നില്ല എന്നത് നമ്മൾ ആ വാക്കുകൾക്കിടയിലൂടെ വായിച്ചാൽ വ്യക്തമാണ്. അവിടുത്തെ നടപടികളെ തള്ളിപ്പറയുന്നില്ല, കന്യാസ്ത്രീകളെ ന്യായീകരിക്കുകയും ചെയ്യുന്നില്ല, അവർക്കെതിരെ നടന്നത് ഏതെങ്കിലും തരത്തിലുള്ള അതിക്രമമാണ് എന്ന് പറയുന്നില്ല. പക്ഷേ ക്രൈസ്തവ സമൂഹവുമായി അടുക്കുന്നതിനുള്ള ശ്രമം RSSന്റെ കൂടി നേതൃത്വത്തിൽ നടക്കുന്നതാണ് എന്നത് അദ്ദേഹം സൂചിപ്പിക്കുന്നു. അത് ക്രൈസ്തവ സമൂഹത്തോട് മാത്രമല്ല, രാഷ്ട്ര വിഷയങ്ങളിൽ ഇസ്ലാമിക സമൂഹവുമായും സഹകരിച്ചു പോകാനുള്ള ശ്രമം RSS നടത്തുന്നു എന്ന വലിയ തുറന്നു പറച്ചിലാണ് നന്ദകുമാറിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഒരു ഭാഗത്ത് കന്യാസ്ത്രീകളുടെ അറസ്റ്റുമായി ബന്ധപ്പെട്ട് വിഷയം വരുമ്പോൾ നമ്മൾ കണ്ടതാണ്. പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ നുഴഞ്ഞുകയറ്റം ഉണ്ടായിട്ടുണ്ട് ഈ നടക്കുന്ന പ്രക്ഷോഭങ്ങളിൽ നിന്നൊക്കെ ഷോൺ ജോർജ് ഒക്കെ പറയുന്നത് നമ്മൾ കണ്ടതാണ്. കന്യാസ്ത്രീകൾ നിരപരാധികളാണെന്നും അല്ലെന്നുമൊക്കെയുള്ള പലതരത്തിലുള്ള ഇത് വന്നു. സഭകളുടെ പ്രക്ഷോഭങ്ങളിൽ SDPയും ജമാഅത്തെ ഇസ്ലാമിയും നുഴഞ്ഞുകയറി എന്ന് പറയുന്നു. എന്തിനാണ് ഈ കന്യാസ്ത്രീകളുടെ മോചനത്തിന് ഇങ്ങനെയുള്ള ഇടപെടൽ എന്നത് ചോദ്യം ചെയ്തുകൊണ്ട് വലിയ രീതിയിൽ സംഘപരിവാർ സംഘടനകളുടെ ഭാഗമായിട്ടുള്ളവർ പരസ്യമായി തന്നെ രംഗത്തെത്തുന്നത് കണ്ടു. അതിനെല്ലാം ഒടുവിൽ കേസരിയിൽ ക്രൈസ്തവർക്കെതിരെ കടുത്ത വിമർശനവുമായി ഹിന്ദു ഐക്യവേദി സംസ്ഥാന വൈസ് പ്രസിഡന്റ് ES ബിജുവിന്റെ ഒരു ലേഖനം വന്നു. അത് ക്രൈസ്തവർക്കെതിരെ കടുത്ത വിമർശനമായിരുന്നു ഉന്നയിച്ചത്. ക്രൈസ്തവ രാജ്യം സ്ഥാപിക്കാനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത് എന്നതായിരുന്നു ആ ലേഖനത്തിലെ പ്രധാന വിമർശനം. ക്രൈസ്തവർക്കെതിരെ വലിയ വിമർശനമുയർത്തിയ ഈ ലേഖനത്തിൽ ക്രൈസ്തവ വിഭാഗങ്ങളെ ഒപ്പം നിർത്താൻ ഉള്ള ശ്രമങ്ങൾ BJP നടത്തുന്നതിനെ വലിയ രീതിയിൽ അത് പിന്നോട്ട് വലിക്കുന്ന സാഹചര്യം പോലും സൃഷ്ടിച്ചിരുന്നു. പലരും അതിനെ വിമർശിച്ച് സഭാ നേതൃത്വങ്ങൾ രംഗത്ത് വരുന്ന സാഹചര്യം പോലും സൃഷ്ടിച്ചത് നമ്മൾ കണ്ടതാണ്. രാജ്യത്തെ നിയമസംഹിത മാറ്റി മതപരിവർത്തനത്തിനുള്ള ശ്രമങ്ങളാണ് വിവിധ സംസ്ഥാനങ്ങളിൽ അരങ്ങേറുന്നതെന്ന വിമർശനം ആ ലേഖനത്തിലുണ്ടായിരുന്നു. ആഗോള മതപരിവർത്തനത്തിന്റെ നാൾവഴികൾ എന്ന പേരിലാണ് ഈ ഒരു ലേഖനം എഴുതിയത്. ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകളുടെ അറസ്റ്റ് അവിടുത്തെ നിയമപ്രകാരം എന്നതായിരുന്നു അതിലെ കണ്ടെത്തൽ. ന്യൂനപക്ഷ പീഡനമാണെന്ന് പറഞ്ഞ് തെരുവിലിറങ്ങി ഭൂരിപക്ഷ സമൂഹത്തെ വെല്ലുവിളിക്കുന്നു എന്ന് ആരോപിച്ചിരുന്നു. മതസംഘർഷത്തിന് ശ്രമിച്ചു എന്ന ആരോപണം, അങ്ങനെ ഗുരുതരമായ ആരോപണം ക്രൈസ്തവ സഭകൾക്കെതിരെ ഉണ്ടായിരുന്നു. അവർ ഇവിടെ ക്രൈസ്തവ രാജ്യം സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നു എന്നതായിരുന്നു അതിൻ്റെ ആ ലേഖനത്തിൻ്റെ ഉള്ളടക്കം. അപ്പോൾ അങ്ങനെ വന്ന സാഹചര്യത്തിലൊക്കെ എന്താണ് ഈ ക്രൈസ്തവ നയതന്ത്രം എന്ന കാര്യത്തിൽ വലിയ സംശയങ്ങൾ ഉടലെടുത്തിരുന്നു. ഇപ്പോൾ ആ സംശയങ്ങളാണ് മാറുന്നത്. നന്ദകുമാർ കാര്യങ്ങൾ വ്യക്തത വരുത്തുന്നത്. എന്തായാലും കൂട്ടായ നീക്കമാണ് ക്രൈസ്തവ നയതന്ത്രവുമായി ബന്ധപ്പെട്ട് നടക്കുന്നത്. ഈ ക്രൈസ്തവ ഔട്ട്റീച്ച് അത് തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടൊക്കെ കൂടുതൽ ശക്തിപ്പെടുത്തുന്നത് നമ്മൾ കണ്ടതാണ്. KCBC വക്താവ് തന്നെ അതുമായി ബന്ധപ്പെട്ടുള്ള ക്ലാസ് എടുക്കുന്നു. BJP സംസ്ഥാന അധ്യക്ഷൻ ഉൾപ്പെടെയുള്ളവർ അതിൽ പങ്കെടുക്കുന്നു. ഷോൺ ജോർജും ഒപ്പം തന്നെ മറ്റ് ക്രൈസ്തവ നേതാക്കളുമൊക്കെ അതിൻ്റെ ഭാഗമാകുന്നു. അപ്പോൾ BJPക്ക് സാധ്യതയില്ലാത്ത തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഇടങ്ങളിൽ, BJPക്ക് സാധ്യതയില്ലാത്ത ഇടങ്ങളിൽ സഭയുടെ ഭാഗമായവർ മത്സരിക്കുകയും അങ്ങനെ ഒരുമിച്ച് അതിൽ ഒരു മുന്നോട്ട് പോകാനുള്ള സാധ്യതകൾ തേടുകയും ഒക്കെ ഈ ഔട്ട്റീച്ചിൻ്റെ ഒരു ലക്ഷ്യമായിരുന്നു. അപ്പോൾ ആ സാധ്യത തേടൽ BJP ഇവിടെ വളരെ ശക്തമായി നടത്തുന്നുണ്ട്. അത് BJPയുടെ മാത്രം ഉദ്യമമല്ല, RSSന്റെ കൂടി ഉദ്യമമാണ്. അതിന് RSSന്റെ എല്ലാ പിന്തുണയുമുണ്ട്. അവർക്കിടയിൽ ഭിന്നതകളില്ല. അത് വളരെ കൂട്ടായി ആലോചിച്ചെടുത്ത തീരുമാനമാണ്. അവർ വളരെ വിപുലമായി അത് നടത്തി വരുന്നതാണ്. ഇത് കാപഢ്യമാണ് എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ ഇത് വളരെ ആസൂത്രിതമായി നടക്കുന്നതാണെന്നും അത് RSSന്റെ പിന്തുണയോടെയാണെന്നും സംഘപരിവാറിന്റെ എതിർപ്പ് അതിനില്ല എന്നും മനസ്സിലാക്കുന്നത് നല്ലതാണ്. എന്തായാലും അതിന് നന്ദകുമാറിന്റെ ഈ വാക്കുകൾ ഉപകരിക്കുമെന്നാണ് നമ്മൾ കരുതുന്നത്. കലിംഗ് സഭ സുരേഷ് ഗോപി നടത്തി വരുമ്പോൾ ഓരോ ദിവസവും ഓരോരോ വാർത്തകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. എന്താണോ കലിംഗ് സഭ കൊണ്ട് BJP ഉദ്ദേശിക്കുന്നത് നമുക്കറിയില്ല. പക്ഷേ ഏതായാലും വാർത്തകളിൽ കലിംഗ് ചർച്ചകൾ നിറയുന്നുണ്ട്. അത് ഗുണമാകുമോ ദോഷമാകുമോ എന്നൊക്കെ അവർ തന്നെ വിലയിരുത്തേണ്ടതാണ്. ഇതിപ്പോൾ ശബരിമലയുമായി ബന്ധപ്പെട്ടുള്ള സുരേഷ് ഗോപിയുടെ പരാമർശങ്ങളാണ് ഇപ്പോൾ വലിയ ചർച്ചയാകുന്നത്.
ശബരിമല കേന്ദ്ര സർക്കാർ ഏറ്റെടുക്കും എന്ന പരാമർശമാണ് ഈ കലിംഗ സഭയിൽ, കോട്ടയത്ത് നടന്ന കലിംഗ സഭയിൽ സുരേഷ് ഗോപി പറഞ്ഞത്. അത് വലിയ രീതിയിൽ അതിനെ എതിർത്ത് അതിനോടുള്ള അഭിപ്രായ പ്രകടനങ്ങൾ പല കോണിൽ നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഏക സിവിൽ കോഡ് നിലവിൽ വന്നാലുടൻ കേന്ദ്ര ദേവസ്വം വകുപ്പ് രൂപീകരിക്കും, എല്ലാ പ്രധാന ക്ഷേത്രങ്ങളും ഏറ്റെടുക്കും. ഇതായിരുന്നു സുരേഷ് ഗോപിയുടെ വാക്കുകൾ. കോട്ടയത്തെ പാലാ മേവട പുറക്കാട് ദേവീക്ഷേത്രം ആൽത്തറയിലാണ് ഈ കലിംഗ സഭ നടന്നത്. അവിടെ സംസാരിക്കുമ്പോഴായിരുന്നു കേന്ദ്രമന്ത്രി ഈ ഒരു കാര്യം സൂചിപ്പിച്ചത്. ഏകീകൃത സിവിൽ കോഡ് ഉടൻ തന്നെ വരും എന്ന് അമിത്ഷാ പറഞ്ഞിട്ടുണ്ട്. ഇത് വന്നു കഴിഞ്ഞാൽ ക്ഷേത്രങ്ങൾക്കായി പ്രത്യേക ബില്ല് പിന്നാലെ കൊണ്ടുവരും. ക്ഷേത്രങ്ങൾക്കായി ദേശീയ സംവിധാനം നിലവിൽ വരുന്നതാണ്. ഇതോടെ കേന്ദ്രത്തിലൊരു ദേവസ്വം വകുപ്പ് വരും, അതിന് കീഴിലാകും പിന്നീട് ക്ഷേത്രങ്ങൾ. അത് വരാനാകില്ല എന്ന് ആർക്കും പറയാൻ സാധിക്കില്ലെന്നും സുരേഷ് ഗോപി ആ കലിംഗ സഭയിൽ പറഞ്ഞു. കേന്ദ്രതലത്തിൽ ദേവസ്വം ബോർഡ് പോലൊരു സംവിധാനം വരുന്നതോടെ എല്ലാ ആരാധനാലയങ്ങളുടെയും പ്രവർത്തനം ഒരേ രീതിയിലാകും എന്നതാണ് സുരേഷ് ഗോപി അവിടെ ചൂണ്ടിക്കാട്ടാൻ ശ്രമിച്ച കാര്യം. അപ്പോൾ ശബരിമലയെ കേന്ദ്രത്തിന്റെ നിയന്ത്രണത്തിലാകുന്നു, അങ്ങനെ ഒരു ദേവസ്വം ബോർഡ് വരുന്നു, ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. ഇതാണോ കലിംഗ സഭ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയാനാണോ കലിംഗ സഭ എന്നതൊന്നും നമുക്ക് വ്യക്തതയില്ല. എന്താണ് അവർ ആവിഷ്കരിച്ച് നടപ്പാക്കുന്നതെന്ന് അവർക്ക് മാത്രമേ അറിയൂ. പക്ഷേ ജനങ്ങളിൽ വലിയ ആശയക്കുഴപ്പം ഉണ്ടാക്കുന്ന പ്രസ്താവനകളാണ് സുരേഷ് ഗോപിയുടെ ഭാഗത്തു നിന്നും വന്നേക്കുന്നത്. അദ്ദേഹത്തിന്റെ ആ വാക്കുകൾ ഒന്ന് കേട്ടിട്ട് തിരിച്ചെത്താം. ശബരിമല ഒരു തീർത്ഥാടന കേന്ദ്രം, കേന്ദ്ര തീർത്ഥാടന കേന്ദ്രമാക്കാനൊന്നുമില്ല. അദ്ദേഹത്തിന് നല്ല വ്യക്തമായ ഡിസൈൻ ഉണ്ട്. പക്ഷെ കോഓപ്പറേറ്റീവ് ഫെഡറലിസം, ആ ഫെഡറൽ സ്ട്രക്ചറിനകത്ത് നിന്നുകൊണ്ട് നമുക്ക് ആക്സസ് ചെയ്യാനുള്ള മാർഗം, അതുകൊണ്ടാണ് ഞാൻ വളരെ വളരെ സെൻസിബിൾ ആയിട്ടാണ് ഞാൻ പറയുന്നത്. ദ മൊമെന്റ് യൂണിഫോം സിവിൽ കോഡ് കംസ് ഇൻ ടു എക്സിസ്റ്റൻസ്, ദാറ്റ് വിൽ പേവ് ദ പാത്ത് ഫോർ any furtherance of whatever is needed by different communities, different religious segments. അങ്ങനെ ഒരു കാലം ഉടൻ തന്നെ വരുമെന്ന് വിചാരിക്കാമല്ലേ സർ? അതാ പറഞ്ഞത് അമിത്ഷാ അദ്ദേഹത്തിന്റെ ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട പ്രസംഗത്തിന് മറുപടി രാജ്യസഭയിൽ പറഞ്ഞത് അമിത്ഷാജിയാണ്. അദ്ദേഹം വ്യക്തമായി പറഞ്ഞു, ദോസ്തോ यूनिफॉर्म सिविल कोड आएगा, जरूर आएगा, शुरुआत हुई है. പോയി പ്രസംഗം എടുത്ത് പരിശോധിച്ചു. സർ, യൂണിഫോം സിവിൽ കോഡ് വരുമ്പോൾ ശബരിമലയുടെ അവസ്ഥ എന്തായിരിക്കും? അതുകൂടെ നമ്മുടെ യൂണിഫോം സിവിൽ കോഡ് അതിന്റെ അടിസ്ഥാന നിയമമായി മാറും. പിന്നെ വരാൻ പോകുന്നത് ചിലപ്പോൾ ഹിന്ദു റിലീജിയസ് കൺസോർഷ്യം, ഹിന്ദു റിലീജിയസ് അഡ്മിനിസ്ട്രേഷൻ, ഇങ്ങനെയുള്ള ദേശീയമായ ഒരു സംവിധാനമായിരിക്കും. ഒരു ദേവസ്വം വകുപ്പ് കേന്ദ്രത്തിൽ വന്നാൽ ഇതൊക്കെ നിയന്ത്രിക്കാൻ സാധിക്കും. ഇതൊക്കെ വരും. അതൊന്നും പാടില്ല എന്ന് ഒരാൾക്കും പറയാനൊക്കത്തില്ല. നിലവിലത്തെ ഇപ്പോഴത്തെ അവസ്ഥയിൽ ശബരിമല പ്രത്യേക പരിഗണന എടുത്തൊരു കേന്ദ്ര തീർത്ഥാടന കേന്ദ്രമാക്കി. ശബരിമല മാത്രമല്ല, ഒരുപാട് അതുപോലത്തെ ക്ഷേത്രങ്ങളുണ്ട്, ഒരുപാട് ക്ഷേത്രങ്ങൾ. അപ്പോൾ സുരേഷ് ഗോപി പറയുന്നത് പ്രധാനമന്ത്രിക്ക് എല്ലാ കാര്യത്തിലും വ്യക്തമായ കാഴ്ചപ്പാടുണ്ട്, പക്ഷേ ഇവിടുത്തെ ഫെഡറൽ സംവിധാനത്തെ മാനിക്കുന്നത് കൊണ്ടാണ് ആ ഇടപെടൽ ഉണ്ടാകാത്തതെന്ന് സുരേഷ് ഗോപി തന്നെ പറയുന്നു. അപ്പോൾ ഇതൊരു ഫെഡറൽ സംവിധാനമാണ് രാജ്യത്ത് നിലവിലുള്ളതെന്ന് സുരേഷ് ഗോപിക്ക് അറിയാം, കേന്ദ്രമന്ത്രിക്ക് അറിയാം. പിന്നെ എങ്ങനെയാണ് അവിടെ ഇങ്ങനെ ഒരു ഇടപെടൽ ഉണ്ടാകുന്നതെന്ന് അദ്ദേഹം വിശദീകരിക്കുമ്പോൾ ഏകീകൃത സിവിൽ കോഡ് വരുമെന്നും പിന്നീട് ഒരു കൺസോർഷ്യം രൂപീകരിക്കുമെന്നും ഒക്കെയുള്ള കാര്യങ്ങൾ പറയുകയാണ്. അപ്പോൾ എന്നോ എങ്ങനെയൊക്കെയോ നടക്കുമെന്ന് പറയുന്ന മനോരാജ്യം കലിംഗ സഭ വിളിച്ച് ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുകയാണ് സുരേഷ് ഗോപി ചെയ്തിരിക്കുന്നത്. പക്ഷേ അത് വലിയ ആശയക്കുഴപ്പങ്ങൾക്കിടയാക്കുന്നു. നമുക്കറിയാം ശബരിമല വളരെ സെൻസിറ്റീവായിട്ടുള്ളൊരു വിഷയമാണ് ഭക്തരെ സംബന്ധിച്ച്. ഒപ്പം തന്നെ അതുമായി ബന്ധപ്പെട്ട് ദേവസ്വം ബോർഡിൻ്റെ പ്രവർത്തനങ്ങളായാലും കേരളത്തിലെ ദേവസ്വം ബോർഡിൻ്റെ ഏറ്റവും പ്രധാന വരുമാന മാർഗം ഒക്കെയുള്ള ക്ഷേത്രമാണ്, വിശ്വാസപരമായി വളരെ പ്രധാനപ്പെട്ട ക്ഷേത്രമാണ്. അപ്പോൾ അതിൻ്റെ നിയന്ത്രണം അങ്ങ് കേന്ദ്രം ഏറ്റെടുക്കുമെന്ന് പറയുമ്പോൾ അതിനെ അനുകൂലിക്കുന്നവരുണ്ടാകാം, പക്ഷേ അത് ഏതൊക്കെ രീതിയിലാണ് ജനങ്ങൾ സ്വീകരിക്കുന്നതെന്ന് അറിയില്ല. അപ്പോൾ എന്നോ നടക്കാനിരിക്കുന്ന ഏതൊക്കെയോ കാര്യങ്ങൾ വിളിച്ചു പറയുകയാണ്. ഇതിൽ പ്രതികരണവുമായി എത്തിയിരിക്കുന്നത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് തന്നെയാണ്. അത് വളരെ ആപത്ത് സൂചനയാണ് സുരേഷ് ഗോപിയുടെ വാക്കുകൾ നൽകുന്നതെന്ന് അദ്ദേഹം പറയുന്നു. ഒപ്പം തന്നെ 13,000 കുടുംബങ്ങൾ അതിനെ ആശ്രയിക്കുന്നുണ്ട്. അവരുടെ കാര്യത്തിൽ ഉള്ള ഒരു ആശങ്ക കൂടി PS പ്രശാന്ത് മാധ്യമങ്ങളോട് പങ്കുവച്ചു.
അദ്ദേഹം പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ എനിക്കറിയില്ല. പക്ഷെ അപകടകരമായൊരു സ്റ്റേറ്റ്മെന്റാണ് അദ്ദേഹത്തിന്. കാരണം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കീഴിൽ 1252 ക്ഷേത്രമുണ്ട്. ഞാൻ എപ്പോഴും പറയുന്നതാണ്, ശബരിമല എന്ന് പറയുന്ന അമ്പലം എന്ന് പറയുന്നത് ദേവസ്വം ബോർഡിന്റെ അന്നദാതാവാണ്. 600 കോടി രൂപ അവിടെ നിന്ന് കിട്ടുകയാണ്. ആ 600 കോടി രൂപയാണ് ഉപയോഗിച്ചുകൊണ്ടാണ് 1251 ക്ഷേത്രങ്ങൾ ഞങ്ങൾ പരിപാലിച്ചു കൊണ്ടുപോകുന്നത്. മാത്രമല്ല 14,000-ഓളം കുടുംബങ്ങൾ പൂർണ്ണ സാമ്പത്തിക സുരക്ഷിതത്വ ബോധത്തോടുകൂടി ഡയറക്റ്റായും ഏതാണ്ട് 25,000 കുടുംബങ്ങൾ ഇൻഡയറക്റ്റായും ജീവിച്ചു പോകുന്ന ഒരു ആത്മീയ സ്ഥാപനം കൂടിയാണിത്. അപ്പോ ശബരിമല ഏറ്റെടുത്താൽ കേന്ദ്രം ഏറ്റെടുക്കുമെന്ന് പറയുന്നു. എനിക്കറിയില്ല അങ്ങനെ ഏറ്റെടുക്കാൻ പറ്റുന്ന സംവിധാനമാണോ, ഇതൊരു ഫെഡറൽ സംവിധാനമൊക്കെ ആണല്ലോ. ഏറ്റെടുക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അതൊക്കെ ബഹുമാനായ സുരേഷ് ഗോപിയാണ് മറുപടി പറയുന്നത്. പക്ഷെ അങ്ങനെ ശരി, എന്തായാലും ഇതാണ് അദ്ദേഹം പങ്കുവച്ച ആശങ്ക. ഏത് സാഹചര്യത്തിലാണ് സുരേഷ് ഗോപിയുടെ പ്രസ്താവന വരുന്നത് എന്നതുകൂടി നമ്മൾ കാണണം. ശബരിമലയുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള രാഷ്ട്രീയ ചർച്ചകൾ കൂടി സംസ്ഥാനത്ത് നടക്കുകയാണ്. അയ്യപ്പ സംഗമത്തിന് പിന്നാലെയാണ് ഈ ചർച്ചകൾ വലിയ രീതിയിൽ സജീവമായിരിക്കുന്നത്. ഇന്നലെ ജി സുകുമാരൻ നായരുടെ ദേശീയ മാധ്യമത്തിൽ വന്ന അഭിമുഖം എന്താണ് NSS ഇപ്പോൾ സ്വീകരിക്കുന്ന നിലപാട് എന്നത് വ്യക്തമാക്കുന്നതാണ്. അതിൽ ശബരിമലയിൽ ശക്തമായ നിലപാടെടുത്തു പോകുന്നത് ഇടതുപക്ഷമാണ് എന്ന് ജി സുകുമാരൻ നായർ പറയുന്നുണ്ട്. LDF-നെ വലിയ രീതിയിൽ പ്രശംസിക്കുന്നതോടൊപ്പം തന്നെ BJP ശബരിമലയുടെ കാര്യത്തിൽ ഒന്നും ചെയ്തിട്ടില്ല എന്ന് ജി സുകുമാരൻ നായർ കുറ്റപ്പെടുത്തുന്നു. കോൺഗ്രസും സമാനമായ നിലയിൽ ഒന്നും ചെയ്തിട്ടില്ല, അവർക്ക് ന്യൂനപക്ഷ വോട്ട് മാത്രം മതി എന്നതാണ് ജി സുകുമാരൻ നായർ പറഞ്ഞത്. ഇന്നലെ ജി സുകുമാരൻ നായരുടെ ഈ അഭിപ്രായം വന്ന് അത് വലിയ ചർച്ചയാകുന്നതിന് പിന്നാലെ ഇന്ന് വെള്ളാപ്പള്ളി നടേശനും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചിരിക്കുന്നു. അദ്ദേഹവും പറയുന്നത് NSS നിലപാടിനെ സ്വാഗതം ചെയ്യുന്നു എന്നതാണ്. NSS എക്കാലവും സർക്കാർ വിരുദ്ധ നിലപാട് സ്വീകരിച്ചുവെന്ന് പറയാനാകില്ല. വിഷയാധിഷ്ഠിതമായാണ് NSS നിലപാട് സ്വീകരിച്ചിട്ടുള്ളത്. കോൺഗ്രസിനെതിരെ NSS കൈക്കൊണ്ട നിലപാട് ശരിയാണ് എന്ന് വെള്ളാപ്പള്ളി നടേശനും പറയുന്നതാണ് നമ്മൾ ഇന്ന് കാണുന്നത്. അപ്പോൾ ശബരിമല വിഷയത്തിൽ ഒരു ഘട്ടത്തിൽ സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് വളരെ തിരിച്ചടി നേരിട്ട ഇടതുപക്ഷം അത് മേക്കപ്പ് ചെയ്തിരിക്കുന്നു. പ്രധാന സാമുദായിക സംഘടനകൾ ഇടത് നിലപാടിനൊപ്പം ഉറച്ചു നിൽക്കുന്നു. അതിൽ മുഖ്യമന്ത്രിയുടെ ഇടപെടലൊക്കെ വളരെ പ്രസക്തമാണ്. NSS ജനറൽ സെക്രട്ടറിയെ അദ്ദേഹം കാലൊടിഞ്ഞു കിടന്നപ്പോൾ ആശുപത്രിയിൽ പോയി കാണുന്നതും എല്ലാവരും എതിർത്ത് പറഞ്ഞിട്ടും വെള്ളാപ്പള്ളി നടേശന്റെ ഫംഗ്ഷനിൽ എത്തുന്നതുമൊക്കെ മുഖ്യമന്ത്രിയുടെ ഇടപെടലുകളായിരുന്നു. ആ ഇടപെടലുകളാണ് എന്തായാലും ഫലം കാണുന്നത്. ശബരിമല വിഷയത്തിൽ LDF-നൊപ്പമാണ് NSS-ഉം SNDP-യും എന്ന സാഹചര്യം സൃഷ്ടിക്കപ്പെടുന്നു. അവിടെ BJP എടുത്ത നിലപാടുകൾ ചോദ്യം ചെയ്യപ്പെടുന്നു. BJP ഒന്നും ചെയ്തില്ല എന്ന് ചൂണ്ടിക്കാട്ടുന്നു. കോൺഗ്രസ് ഞങ്ങൾ സമരത്തിനിറങ്ങി ജനങ്ങൾ ഞങ്ങൾക്കൊപ്പമാണെന്ന് അറിഞ്ഞപ്പോൾ മാത്രമാണ് അതിൽ പങ്ക് പറ്റിയത്, അല്ലെങ്കിൽ ഞങ്ങൾക്കൊപ്പം നിൽക്കാൻ കോൺഗ്രസ് തയ്യാറായത് എന്ന് NSS പറയാണ്. ഈ സാഹചര്യമൊക്കെ മുന്നിൽ നിൽക്കുമ്പോഴാണ് ശബരിമല വിഷയത്തിൽ സുരേഷ് ഗോപിയുടെ ഈ ഒരു നിലപാട് കൂടി വരുന്നത്. ഇതെങ്ങനെ ചർച്ചയാകും അല്ലെങ്കിൽ എങ്ങനെ പ്രതിഫലിക്കും എന്നതൊക്കെ അവർ തന്നെ ആലോചിച്ച് കണ്ടെത്തേണ്ടതാണ്. ജനങ്ങളെ സംബന്ധിച്ച് ഇത് പലതരത്തിലുള്ള ആശയക്കുഴപ്പങ്ങൾക്ക് ഇടയാക്കിയിട്ടുണ്ട്. കൺകറന്റ് ലിസ്റ്റിൽ വരുന്നതാണ് ടെമ്പിൾ അഡ്മിനിസ്ട്രേഷനുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള വിഷയങ്ങൾ. പക്ഷേ ഏതൊക്കെ ക്ഷേത്രങ്ങൾ ഇങ്ങനെ ഏറ്റെടുക്കും, അതിന് ആരൊക്കെ അനുവദിക്കും, എവിടൊക്കെ ഇത് നടക്കും? അപ്പോൾ അങ്ങനെ ഒരു അന്തരീക്ഷത്തിൽ നിൽക്കുന്ന വിഷയത്തിൽ ഇത്തരത്തിലുള്ള ചർച്ചകൾ, അതും ഒരു തെരഞ്ഞെടുപ്പൊക്കെ മുൻകൂട്ടി വരുന്ന ഘട്ടത്തിൽ ജനങ്ങളെ അഭിസംബോധന ചെയ്യുമ്പോൾ നടത്തണമോ, അതാണോ അങ്ങനെ ആശയക്കുഴപ്പങ്ങൾ സൃഷ്ടിക്കലാണോ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നതൊക്കെ അവർ പരിശോധിക്കേണ്ടതാണ്. എന്തായാലും സമീപഭാവിയിലൊന്നും എന്തായാലും ഈ സ്വപ്നങ്ങൾ നടക്കാൻ ഒരു രക്ഷയുമില്ല, അല്ലെങ്കിൽ സാധ്യതയുമില്ല എന്ന് മാത്രമേ നമുക്ക് അദ്ദേഹത്തിന്റെ പരാമർശങ്ങൾ നോക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നുള്ളൂ. ഇന്നലെ നമ്മൾ കേട്ട് ഞെട്ടിയതാണ് ഈ ആഡംബര വാഹന വിപണിയിൽ നടക്കുന്ന തട്ടിപ്പിന്റെ വാർത്തകൾ. അത് ഭൂട്ടാനിൽ നിന്ന് നിയമവിരുദ്ധമായി ഇന്ത്യയിൽ വാഹനങ്ങൾ എത്തിക്കുന്നു. 1 ലക്ഷം രൂപയ്ക്കൊക്കെ വിൽപ്പന നടക്കുന്ന വാഹനങ്ങൾ അതിൻ്റെ എത്രയോ മടങ്ങ് ഇരട്ടിയായി 40 ലക്ഷത്തിനൊക്കെ കേരളത്തിൽ എത്തുന്നു. അത് വാങ്ങാൻ നമ്മുടെ പ്രധാനപ്പെട്ട താരങ്ങൾ എത്തുന്നു. ഇത് ഇവർ അറിഞ്ഞുകൊണ്ടാണോ നടക്കുന്നത് എന്ന കാര്യത്തിൽ ഇപ്പോഴും ഒരു വ്യക്തത വന്നിട്ടില്ല. എന്തായാലും ഇന്ന് 2ാം ദിവസമാകുമ്പോൾ ഈ ചർച്ചകൾ കൂടുതലും കേന്ദ്രീകരിക്കുന്നത് ദുൽഖർ സൽമാനെതിരെയാണ്, അല്ലെങ്കിൽ ദുൽഖർ സൽമാന് കുരുക്ക് മുറുകുന്നു എന്ന തരത്തിലാണ് വരുന്നത്. അദ്ദേഹത്തിന്റെ 2 വാഹനങ്ങൾ ഇന്നലെ അന്വേഷണ ഉദ്യോഗസ്ഥർ റെയ്ഡിൽ പിടിച്ചെടുത്തിരുന്നു. ഇനി 2 വാഹനങ്ങൾ കൂടി അദ്ദേഹത്തിൻ്റെത് കസ്റ്റഡിയിലെടുക്കും എന്ന വിവരങ്ങളാണ് വരുന്നത്. അത് നിസാൻ പട്രോൾ
Y60യും Y61 എന്നീ 2 കാറുകളാണ് കസ്റ്റംസ് പിടിച്ചെടുക്കും എന്ന വിവരങ്ങൾ വരുന്നത്. ദുൽഖർ ഉൾപ്പെടെ വാഹന ഉടമകളോട് ഉടൻ വിശദീകരണം തേടും എന്ന ഒരു വിവരം കൂടി വരുന്നുണ്ട്. നടനും വാഹന ഡീലറുമായ അമിത് ചക്കാലക്കലിനെ ഇന്നലെ രാത്രി മുഴുവൻ കസ്റ്റംസ് ചോദ്യം ചെയ്തിരുന്നു. അദ്ദേഹത്തിൽ നിന്ന് വാഹനങ്ങളുടെ വിവരങ്ങൾ തേടിയിരുന്നു. എന്തായാലും ദുൽഖറിന്റെ 2 വാഹനങ്ങൾ ഇതിനോടകം പിടിച്ചെടുത്തു. 2 വാഹനം കൂടി പിടിച്ചെടുക്കും. പൃഥ്വിരാജിന്റെ വാഹനങ്ങൾക്ക് വേണ്ടിയുള്ള തെരച്ചിൽ നടന്നു. പക്ഷേ അത് എവിടെയും എത്താത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ വാഹനങ്ങൾ ഈ അന്വേഷണ സംഘം എത്തിയ ഇടങ്ങളിലൊന്നും ഉണ്ടായിരുന്നില്ല എന്ന വിവരം വരുന്നു. ഇപ്പോൾ 2 വാഹനം കൂടി ദുൽഖറിന്റേത് കസ്റ്റഡിയിലെടുക്കുകയും അദ്ദേഹത്തെ ഉൾപ്പെടെ നോട്ടീസ് നൽകുകയും ചെയ്യുന്ന സാഹചര്യം എന്ന് പറയുന്നത് ദുൽഖറിനെ സംബന്ധിച്ച് അല്പം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന സാഹചര്യം തന്നെയാണ്. ഇവർ അറിഞ്ഞുകൊണ്ടാണോ ഈ ഇടപാടുകൾ നടന്നത് എന്നതാണ് പ്രധാനമായും ഈ അന്വേഷണത്തിൽ കണ്ടെത്താനുള്ളത്. അവിടെയാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രാധാന്യം ഉൾപ്പെടുന്നത്. ഓപ്പറേഷൻ നുങ്കൂർ എന്ന പേരിൽ നടത്തുന്ന പരിശോധന കസ്റ്റംസ് തുടരാൻ തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത്. രാജ്യസുരക്ഷയെ തന്നെ ബാധിക്കുന്ന പ്രശ്നങ്ങളുണ്ട് എന്ന വിലയിരുത്തൽ ഇതിന്റെ ഭാഗമായിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ വിവരങ്ങൾ മറ്റ് കേന്ദ്ര ഏജൻസികൾക്ക് കൈമാറുന്നു എന്ന വിവരം കൂടിയാണ് വരുന്നത്. അപ്പോൾ കൂടുതൽ അന്വേഷണം ഇതുമായി ബന്ധപ്പെട്ട് ഇനിയും നടക്കും. അത് EDയും GST വകുപ്പും ഒക്കെ ഇതിന്റെ അന്വേഷണത്തിലേക്ക് വരുന്നു എന്ന സാഹചര്യം കൂടിയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ ഇതിന്റെ ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട് കുറച്ചുകൂടി ഗൗരവം കൈവരുന്നു. ഇപ്പോൾ ഗൗരവമില്ല എന്നല്ല, അതിലും ഗൗരവത്തിൽ കൂടുതൽ അന്വേഷണ ഏജൻസികൾ ഈ അന്വേഷണം ഏറ്റെടുക്കുന്നു എന്ന വിവരങ്ങൾ വരുന്നു. ഇന്നലെ നമ്മൾ കണ്ടതാണ് ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട് കസ്റ്റംസ് ഉദ്യോഗസ്ഥൻ വാർത്താസമ്മേളനം നടത്തുന്നുണ്ട്. അതിനിടയിൽ അദ്ദേഹത്തിന് കോൾ വരുന്നുണ്ട്. അദ്ദേഹം പറയാൻ പാടില്ലാത്തത് എന്തൊക്കെയോ പറഞ്ഞു എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് മുകളിൽ നിന്ന് വിളി വരുന്നത്. അതിനുശേഷം അദ്ദേഹം ഈ വാർത്താസമ്മേളനം അവസാനിപ്പിച്ച് പോവുകയാണ്. പിന്നീട് ഔദ്യോഗികമായ ഒരു വിശദീകരണവും ഇതിന്റെ ഇപ്പോൾ നടക്കുന്ന അന്വേഷണവുമായി ബന്ധപ്പെട്ട് വരുന്നില്ല. നമുക്ക് സോഴ്സുകളിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ മാത്രമാണുള്ളത്. ഇതിനിടയിൽ അമിത് ചക്കാലക്കൽ മാത്രമാണ് മാധ്യമങ്ങളോട് വീണ്ടും സംസാരിച്ചത്. അദ്ദേഹം കാര്യങ്ങൾ പറയുന്നത് ഇങ്ങനെയാണ്. തന്റെ കയ്യിൽ നിന്ന് 8 വാഹനങ്ങളൊക്കെ പിടിച്ചു എന്ന തരത്തിലുള്ള വാർത്ത വരുന്നു. അതൊക്കെ വാസ്തവവിരുദ്ധമാണ്. തനിക്കൊരു വാഹനം മാത്രമേ ഉള്ളൂ. മറ്റതൊക്കെ തന്റെ കെയർ ഓഫിൽ തന്റെ വണ്ടി നന്നാക്കി തന്നിരുന്ന ഗാരേജിൽ കൊണ്ടുവന്ന വണ്ടികളാണ്. അപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥർ വന്നപ്പോൾ ഇതാരാണ് നിങ്ങളെ കോൺടാക്ട് ചെയ്തിരിക്കുന്നതെന്ന് പറയുമ്പോൾ തന്റെ പേര് പറഞ്ഞു. അത് അങ്ങനെ ആ 8 വാഹനങ്ങളുടെ ഉത്തരവാദിത്വം തന്റെ തലയിലായതാണ്. തന്റെ വാഹനങ്ങൾക്ക് കൃത്യമായ വിവരങ്ങളുണ്ട്, ഡേറ്റകളുണ്ട്. അത് അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് നൽകും. താൻ പരിചയപ്പെടുത്തിയവരുമായി ബന്ധപ്പെട്ടുള്ള വാഹനങ്ങൾക്കും കൃത്യമായ രേഖകളുള്ളതാണ്. അതുകൊണ്ട് തന്നെ മറ്റു കാര്യങ്ങളൊന്നും ഭയപ്പെടുന്നില്ല എന്നതാണ് അമിത് ചക്കാലക്കൽ പറഞ്ഞത്. അമിത്തിന്റെ വാക്കുകളൊന്ന് കേൾക്കാം. നമുക്കൊപ്പം നടൻ അമിത് ചക്കാലക്കൽ കൂടി ചേരുന്നു. അമിത്തിന്റെ പക്കൽ നിന്ന് 7 വാഹനങ്ങൾ നോട്ടീസ് നൽകിയെന്നെല്ലാം തന്നെയാണ് പറയുന്നത്. എന്തായാലും വാസ്തവം എൻ്റെ ഒരു വാഹനമാണ്. ആ വാഹനം ഞാൻ പേഴ്സണലി ഇപ്പം എന്നെ ഫോളോ ചെയ്യുന്ന ആൾക്കാർക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ 5 വർഷമായിട്ട് ഞാൻ ഉപയോഗിക്കുന്നതാണ്. അതിൻ്റെ മുമ്പത്തെ ഓണേഴ്സും ഇത് 1999 1999 രജിസ്റ്റർ ചെയ്ത വാഹനമാണ്. അപ്പോൾ ഇന്നലെ RT ഓഫീസർ വന്നപ്പോഴും അവരതിൻ്റെ രജിസ്ട്രേഷൻ വെരിഫൈ ചെയ്തു. ഷാസി നമ്പറിൽ എന്തെങ്കിലും ടാമ്പർ ചെയ്തെന്നുള്ള വെരിഫൈ ചെയ്തു. എല്ലാം വെരിഫൈ ചെയ്തിട്ടാണ് പോയത്. അപ്പോൾ അതെല്ലാം ജെന്യുവനാണ്. അപ്പോൾ ആ ഒരു വാഹനമാണ് എൻ്റെ കസ്റ്റഡിയിലുള്ളത്, എൻ്റെ വാഹനം. ബാക്കി ഇവിടെ കാണുന്ന വാഹനങ്ങളെല്ലാം ഇവിടെ ടെക്നിക്കൽ വർക്കിന് വേണ്ടി എൻ്റെ വീടിനടുത്ത് ഗരാജിൽ വന്നതാണ്. അപ്പോൾ അത് എൻ്റെ കെയർ ഓഫിൽ വന്നതായതുകൊണ്ട് ഗരാജിൽ വന്ന് ചെക്ക് ചെയ്തപ്പോൾ ഗരാജ് ഓണർ പറഞ്ഞു ഇന്ന ആളുടെ കെയർ ഓഫിൽ വന്നതെന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ എൻ്റെ കെയർ ഓഫിൽ എന്നോട് ഈ പറയുന്ന വാഹനങ്ങളുടെ ഉടമയിൽ നിന്നും ഡോക്യുമെന്റ്സ് എല്ലാം സബ്മിറ്റ് ചെയ്യാൻ എന്നെ ഏൽപ്പിച്ചേക്കുന്നത് എൻ്റെ കെയർ ഓഫ് എന്ന് പറഞ്ഞുകൊണ്ട്. അതൊന്നും എൻ്റെ വാഹനങ്ങളല്ല, ഒറ്റ വാഹനമേ ഉള്ളൂ. ആ വാഹനത്തിന്റെ ഡോക്യുമെന്റ്സ് ആണ് ഞാൻ ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ ബാക്കിയെല്ലാം അതാത് ഓണേഴ്സാണ് സബ്മിറ്റ് ചെയ്യേണ്ടത്. അതിൽ തന്നെ അറിയിച്ചു. അതിൽ തന്നെ 3ഓളം വാഹനങ്ങൾ ഇന്ത്യൻ ഷോറൂമിൽ നിന്ന് എടുത്ത വാഹനങ്ങളാണ്. അപ്പോൾ അതിനെല്ലാം ഇൻവോയ്സ് ഉള്ള വാഹനങ്ങളാണ്. അപ്പോൾ അതൊക്കെ ഇനി അതിൻ്റെ ഓണേഴ്സ് കൊണ്ടുചെല്ലണം, അവിടെ സബ്മിറ്റ് ചെയ്യണം. അപ്പോൾ എൻ്റെ കെയർ ഓഫ് എന്ന് പറയുമ്പോൾ ഓഫ്കോഴ്സ്ലി അവർ ചിന്തിക്കുക എന്ന് വെച്ചാൽ ഞാൻ കൊണ്ടുവന്ന് ഭൂട്ടാനിൽ നിന്ന് കൊണ്ടുവന്ന് വിൽക്കാനിട്ടേക്കാണെന്നാണ് എല്ലാവരും വിചാരിക്കുക. പക്ഷെ അങ്ങനെയല്ല എന്നുള്ളത് നമ്മൾ പ്രൂവ് ചെയ്യണം. കാര്യം അതിനെല്ലാം അതാത് ഓണേഴ്സ് ഉണ്ട്. അതിൽ ഇപ്പോൾ അമിത്തിന്റെ കയ്യിൽ നിന്ന് എടുത്ത വാഹനങ്ങൾ അതിന്റെ ഡോക്യുമെന്റ്സും എല്ലാം തന്നെ ഈ 10 ദിവസത്തിനുള്ളിൽ സമർപ്പിക്കും. നമ്മൾ 10 ദിവസത്തിനുള്ളിൽ ഡോക്യുമെന്റ് സബ്മിറ്റ് ചെയ്യാനാണ് പറഞ്ഞത്. അതിൽ തന്നെ 3ഓളം വാഹനങ്ങൾ ഇന്ത്യൻ ഷോറൂമിൽ നിന്ന് വന്ന വാഹനങ്ങളാണ്. അപ്പോൾ അതിന് ആ ഷോറൂമിൽ നിന്നെല്ലാം എല്ലാം അതിൻ്റെ ഇൻവോയ്സ് ഉണ്ടാവും. അപ്പോൾ അതൊന്നും അതിൻ്റെ പ്രോബ്ലം ഇല്ല. അല്ലാത്ത വാഹനങ്ങൾ ഏകദേശം 99-ലും 2000-ലും ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്ത വാഹനങ്ങളാണ്. അപ്പോൾ ഇനി ആ രജിസ്ട്രേഷൻ യാതൊരുവിധ തട്ടിപ്പോടെ ചെയ്തല്ല എന്നുള്ളത് അവർക്ക് ബോധ്യപ്പെടണം. അപ്പോൾ അത് കഴിയുമ്പോൾ മാത്രമാണ് നമുക്ക് അവർ വണ്ടി വിട്ടു തരുള്ളൂ. എൻ്റെ മാത്രമല്ല ഒരു 10-30 സ്ഥലത്ത് ഇന്നലെ പരിശോധന നടന്നിട്ടുണ്ട്, ദുൽഖറിൻ്റെയും പൃഥ്വിയുടെയും ഇവരുടെ ഉൾപ്പെടെ. അപ്പോൾ ആ വാഹനങ്ങളുടെയൊക്കെ ജെനുവിനിറ്റി എന്താണെന്നുള്ളത് കാര്യം അവർക്കും അറിയണം, നമുക്കും നല്ലതാണ്.
പക്ഷെ അതിന്റെ പുറത്ത് നമ്മൾ കുറച്ച് ഇനി ഓടേണ്ട വരും. വാഹനപ്രാന്ത് കുരിശായോ? അപ്പോൾ അത് വലിയ കുരിശായി. പക്ഷെ ഇതിന്റെ വേറൊരു ടെക്നിക്കൽ പ്രശ്നം എന്ന് വെച്ചാൽ ഈ 6-7 ആൾക്കാർ കടന്നാണ് ഇവരൊക്കെ. അപ്പോൾ അവരുടെ അടുത്ത് RC ബുക്ക് ഉണ്ടാവുള്ളൂ, ഇൻഷുറൻസ് ഉണ്ടാവുള്ളൂ. പല ആൾക്കാരുടെ അടുത്തും പഴയ വർഷങ്ങൾ മുമ്പ് രജിസ്റ്റർ ചെയ്ത വാഹനത്തിന് ഒന്നും ഉണ്ടാവില്ല. അപ്പം ഇതെങ്ങനെ ഇതിനി സോർട്ട് ചെയ്യുമെന്നുള്ളതാണ് ഞാനും ചിന്തിക്കണത്. ഒന്നില്ലെങ്കിൽ 10-25 വർഷം മുമ്പ് രജിസ്റ്റർ ചെയ്തതിൻ്റെ എന്തെങ്കിലും ഡോക്യുമെൻറ്റ്സ് ഒക്കെ എടുത്ത് കൊടുക്കാൻ തയ്യാറാവണം ഓഫീസേഴ്സ്, മീൻസ് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന്. അല്ലെങ്കിൽ നമ്മൾ പെടും. ജെന്യുവൻ വണ്ടിയും പ്രൂവ് ചെയ്യാൻ പറ്റും. ഇപ്പം നമ്മളുടെ ഒരു സ്ഥലമുണ്ട്, അതിൻ്റെ മുന്നാധാരം മറ്റേ ഇതൊക്കെ പറഞ്ഞ പോലെ അത് കീപ്പ് ചെയ്യേണ്ട വരും. പക്ഷെ അതിനൊരു ഹെൽപ്ഫുൾ ആയിട്ടുള്ളൊന്ന് സപ്പോർട്ട് ചെയ്ത് MVD നിന്ന് നമുക്ക് കിട്ടുകയാണെങ്കിൽ അത് ഒരുപാട് നമുക്ക് സമയവും ഈ പറഞ്ഞ പോലെ പ്രശ്നത്തിൽ നിന്നും ഒഴിവാകും. 100% ആത്മവിശ്വാസിക്കാരത്തിലുണ്ട്. യെസ്, ഡെഫിനറ്റ്ലി. ക്യാമറമാൻ KP ധനേഷിനൊപ്പം ടാനി പോൾ, ന്യൂസ് 18 കൊച്ചി. ആരോപണ ഏൽക്കുന്നത് ദുൽഖർ സൽമാനും പൃഥ്വിരാജും അമിത് ചക്കാലക്കലും ആണ് നടന്മാരായിട്ടുള്ളത്. പിന്നീട് ഒരുപാട് വ്യവസായികൾ മറ്റുമൊക്കെ ഇതിൽ പെട്ടുപോയിട്ടുണ്ട്. പക്ഷേ അമിത് ചക്കാലക്കലിന്റെ വാക്കുകൾ മാത്രമാണ് നമുക്ക് മുന്നിലേക്ക് എത്തുന്നത്. അമിത് പറയുന്നു തനിക്ക് ഒരു വാഹനം മാത്രമേ ഉള്ളൂ, അതിന്റെ ഏത് രേഖകൾ വേണമെങ്കിലും അധികൃതർക്ക് മുന്നിൽ എത്തിക്കാം, തനിക്ക് അതിനെക്കുറിച്ചൊന്നും ഒരു ഭയവുമില്ല. പക്ഷേ തൻ്റെ വാഹന പ്രേമം ഒരു ബുദ്ധിമുട്ട് തനിക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. കാരണം ഇതിൻ്റെ പിറകിൽ ഇനി രേഖകളുമായി ഓടേണ്ടി വരും, അത് കണ്ടുപിടിക്കുകയും കൊടുക്കുകയൊക്കെ ചെയ്യേണ്ടി വരും എന്ന കാര്യം സമ്മതിക്കുകയാണ്. മറ്റ് 2 പേരും എന്താണ് ഇതിൻ്റെ പിന്നിൽ സംഭവിച്ചിട്ടുള്ളത് എന്നത് പൊതുസമൂഹത്തോട് പറഞ്ഞിട്ടില്ല. ഈ നടന്മാർ അറിഞ്ഞുകൊണ്ടാണോ ഇത്തരത്തിലുള്ള ഇടപാടുകൾ നടന്നത് എന്നതാണ് അറിയേണ്ടത്. നമുക്കറിയാം, നേരത്തെ പുതുച്ചേരി വഴി നികുതി വെട്ടിച്ച് വാഹനങ്ങൾ കേരളത്തിലേക്ക് എത്തിക്കുന്നത് നമ്മൾ കണ്ടതാണ്. അതിൽ സുരേഷ് ഗോപിക്കെതിരെ കേസുണ്ടായിരുന്നു. പിന്നീട് അത് പ്രൊസീഡ് ചെയ്യുകയും അദ്ദേഹം അവിടെ വ്യാജവിലാസം സൃഷ്ടിച്ചാണ് ഈ വാഹനം മേടിച്ചതെന്നൊക്കെയുള്ളത് FIRൽ വരികയും കണ്ടെത്തുകയൊക്കെ ചെയ്തതാണ്. അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് വിട്ടയച്ചതാണ്. പിന്നീട് ഫഹദ് ഫാസിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള ആരോപണം നേരിട്ടിരുന്നു. ഫഹദ് ഫാസിൽ പിഴയടച്ചുകൊണ്ടാണ് എത്രയോ 18 ലക്ഷം രൂപയൊക്കെ നികുതി അടച്ച് ആ കേസിൽ നിന്ന് രക്ഷപ്പെടുകയായിരുന്നു. അമല പോൾ ഇതിൽപ്പെട്ടിരുന്നു. അമല പോൾ ബംഗളൂരുവിലായിരുന്നു വാഹനം, കേരളത്തിലേക്ക് കൊണ്ടുവന്നിട്ടില്ലാത്തതിനാൽ അതിൽ കേസുണ്ടായില്ല. അങ്ങനെ പല നടന്മാരും ഇതിനു മുൻപിൽ നികുതി വെട്ടിപ്പുമായി ബന്ധപ്പെട്ട് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട് വാർത്തകളെങ്കിൽ ഇത് അല്പം കൂടി ഗൗരവമുള്ളതാണ്. നിയമവിരുദ്ധമായി എത്തിയതാണ്, സൈന്യം ഉപയോഗിച്ച വാഹനങ്ങൾ കൊണ്ടുവന്നതാണ്, പലതരത്തിലുള്ള തെറ്റിദ്ധരിപ്പിക്കൽ നടന്നതാണ്, വലിയ മാഫിയ ഇതിന് പിന്നിലുണ്ട് എന്ന് സംശയിക്കുന്നതാണ്. ഈ പണം എന്തിനൊക്കെ ഉപയോഗിച്ചു? ഇപ്പോൾ ഇത്രയും അധികം ഇരട്ടിയിലൊക്കെ വാഹനം വിറ്റിട്ട് കിട്ടിയ പണം എങ്ങനെ ഉപയോഗിച്ചു? കള്ളപ്പണം വെളുപ്പിക്കൽ നടന്നു. അങ്ങനെ നിരവധി സംശയങ്ങളുണ്ട്. രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ, സൈന്യത്തിന്റെ വാഹനം എന്ന നിലയിലൊക്കെ കൈമാറ്റം ചെയ്യപ്പെട്ട വാഹനങ്ങളായതിനാൽ രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളുണ്ട്. അങ്ങനെ വളരെ ഗൗരവമുള്ള വിഷയമാണ്. അപ്പോൾ എന്താണ് ഈ ആരോപണ വിധേയർക്ക് പറയാനുള്ളത് എന്ന് നമുക്ക് ഇതുവരെ അറിവായിട്ടില്ല. അന്വേഷണ സംഘവും കൂടുതൽ വിവരങ്ങൾ പുറത്തുവിടുന്നിട്ടില്ല. കൂടുതൽ ഏജൻസികൾ ഇത് അന്വേഷിക്കും എന്ന വിവരമാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തായാലും കാത്തിരുന്ന് തന്നെ കാണണം. നമുക്കറിയാം, വാഹനപ്രേമം എന്ന് പറയുന്നത് ഒരു തെറ്റല്ല. ഒട്ടുമിക്ക ആളുകളും നമ്മളിൽ തന്നെ ഒരുപാട് പേര് വാഹനപ്രേമികളായിരിക്കും. ഡ്രൈവിംഗ് ഒക്കെ പഠിച്ച് ഓരോ വാഹനവുമായിട്ട് ഇറങ്ങിയാൽ നമ്മൾ ചുറ്റും കാണുന്ന വാഹനങ്ങൾ നോക്കും, ശ്രദ്ധിക്കും. അത് നമുക്കുണ്ടായിരുന്നെങ്കിൽ കൊള്ളാമെന്ന് അറിയാം. എൻ്റെ ബ്രദറിൻ്റെ കുഞ്ഞുമോൻ, അവൻ പോലും എത്രയൊക്കെ വലിയ ആഡംബര വാഹനങ്ങളുടെ ആദിപ്രണയം എന്നാണ് ഞങ്ങൾ വിളിക്കുന്നത്. അപ്പോൾ അവൻ പോലും വലിയ വാഹനങ്ങളുടെ പേരുകൾ പറയുകയും എപ്പോഴും റോഡിൽ അങ്ങനത്തെയുള്ള വാഹനങ്ങൾ നോക്കുകയൊക്കെ ചെയ്യുന്ന നമുക്കാണ്. അപ്പോൾ വാഹനപ്രേമം ഒരു തെറ്റല്ല. പക്ഷേ വാഹനം സ്വന്തമാക്കുമ്പോൾ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ പാലിക്കേണ്ടതാണ്. അത് അറിഞ്ഞുകൊണ്ടാണ് കൂട്ടുനിന്നതെങ്കിൽ, നികുതി വെട്ടിപ്പിനായാലും നിയമലംഘനത്തിനായാലും കൂട്ടുനിന്നതെങ്കിൽ അത് തെറ്റാണ്. അപ്പോൾ നമ്മുടെ സമൂഹത്തിന് തന്നെ മാതൃകയാകേണ്ടവരാണ്, അതിനുള്ള ഉത്തരവാദിത്വമുള്ളവരാണ് നടന്മാരെന്നൊക്കെ പറയുന്നത്. അവർ ഇതിൽ പെട്ടുപോയിട്ടുണ്ടെങ്കിൽ അത് തെറ്റായ ഒരു സന്ദേശം തന്നെയായിരിക്കും നൽകുക. എന്തായാലും കേസന്വേഷണം കൂടുതൽ വിപുലമാക്കാനുള്ള നീക്കം നടക്കുമ്പോൾ അതിൻ്റെ ഭാഗമായിട്ടായിരിക്കും നമുക്കിനി കൂടുതൽ വിവരങ്ങൾ അറിയാൻ കഴിയുക. നമുക്കൊരു ഇടവേളയ്ക്ക് ശേഷം തിരിച്ചെത്താം. ഫലസ്തീനെതിരെ ഇസ്രായേൽ നയിക്കുന്ന യുദ്ധം, അതിൻ്റെ യഥാർത്ഥ യുദ്ധം നയിക്കുന്ന വ്യക്തി നെതന്യാഹു ആണോ അതോ ട്രംപ് ആണോ എന്ന് സംശയം വരും. ഫലസ്തീനിൽ നമുക്കറിയാം, ഗസയിൽ മരിച്ചു വീഴുന്ന മനുഷ്യരുടെ അവസ്ഥ.
65,000-ത്തിലധികം മനുഷ്യർ മരിച്ചു കഴിഞ്ഞു. 1 മണിക്കൂറിൽ ഒരു കുട്ടി എന്ന നിലയിൽ അവിടെ കൊല്ലപ്പെടുന്നുണ്ട്. പട്ടിണി കിടന്നൊക്കെ കുട്ടികൾ മരിക്കുന്ന വാർത്ത വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്നലെ ഒരു വളരെ പ്രധാനപ്പെട്ട ദിവസമായിരുന്നു. UN വാർഷിക യോഗം ഈ വിഷയം അഡ്രസ്സ് ചെയ്യുന്നു. അവിടെ ഒരു ദ്വിരാഷ്ട്രം രൂപീകരിച്ചുകൊണ്ടുള്ള ഒരു പ്രശ്നപരിഹാരത്തിനുള്ള ചില ചർച്ചകൾ നടക്കുന്നു. മാത്രവുമല്ല, കഴിഞ്ഞ ദിവസങ്ങളിൽ യൂറോപ്യൻ രാഷ്ട്രങ്ങൾ ഉൾപ്പെടെ പലസ്തീനെ അംഗീകരിച്ച് രംഗത്ത് വരുന്നു. അമേരിക്ക നിലപാട് പറയും. അപ്പോൾ ട്രംപ് എടുക്കാൻ പോകുന്ന നിലപാട് എന്താണ്? ട്രംപ് അറബ് രാഷ്ട്ര നേതാക്കളെ കാണാൻ പോകുന്നു പ്രശ്നപരിഹാരവുമായി ബന്ധപ്പെട്ട്. അപ്പോൾ അവിടെയൊക്കെ ഉണ്ടാകാൻ പോകുന്ന തീരുമാനം എന്താണ് എന്നത് എല്ലാവരും പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുകയായിരുന്നു. ട്രംപ് UN-ൽ സംസാരിക്കുമ്പോൾ, അദ്ദേഹത്തിന്റെ സംസാരം തുടങ്ങുമ്പോൾ തന്നെ ഇതെങ്ങോട്ടാണ് എന്നതിന്റെ സൂചനകൾ വന്നു. അദ്ദേഹം പലസ്തീനെ അംഗീകരിക്കുന്ന രാഷ്ട്രങ്ങളെ തള്ളിപ്പറഞ്ഞു. അതിനുശേഷം പറഞ്ഞത് ഇത് ഹമാസിന് നൽകുന്ന പിന്തുണയാണ് എന്നതാണ് കുറ്റപ്പെടുത്തിയത്. പലസ്തീന് രാഷ്ട്രപദവി നൽകുന്നത് ഹമാസിന്റെ ഭീകരതയ്ക്കുള്ള സമ്മാനമാണ് എന്നതായിരുന്നു ട്രംപിന്റെ വാക്കുകൾ. അപ്പോൾ പലസ്തീൻ എന്ന രാഷ്ട്രവുമായി ബന്ധപ്പെട്ട് അമേരിക്കയുടെ പ്രഖ്യാപിത നിലപാട് എന്താണോ അവിടെ തന്നെയാണ് താൻ എന്നത് ട്രംപ് വ്യക്തമാക്കി. ചില രാഷ്ട്രങ്ങൾ ഏകപക്ഷീയമായി പലസ്തീൻ രാഷ്ട്ര പ്രഖ്യാപനങ്ങൾ നടത്തുന്നു. ഗസയിൽ യുദ്ധം ഉടൻ നിർത്തണമെന്നാണ് നിങ്ങൾക്കുള്ളതെങ്കിൽ, ഒരു ഒത്തുതീർപ്പുണ്ടാകണമെന്നാണ് നിങ്ങളുടെ ആഗ്രഹമെങ്കിൽ, അതിന് ആദ്യം വേണ്ടത് ബന്ദികളെ മോചിപ്പിക്കലാണ് എന്ന് ട്രംപ് പറയുകയാണ്. അപ്പോൾ എന്താണോ ഇസ്രയേൽ പറയുന്നത് അതേ നിലപാട് തന്നെയാണ് ട്രംപിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. മുഴുവൻ ബന്ദികളെയും മോചിപ്പിക്കുകയാണെങ്കിൽ മാത്രമേ വെടിനിർത്തലുമായി ബന്ധപ്പെട്ട് ചർച്ചയുള്ളൂ എന്നതാണ് ഇസ്രയേൽ നിലപാട്. അതേ നിലപാട് ട്രംപ് ആവർത്തിക്കുകയാണ് UN പൊതുസഭയുടെ 80ാം വാർഷിക ചർച്ചയിൽ ചെയ്തത്. ട്രംപിന്റെ വാക്കുകൾ കേൾക്കാം. Unfortunately, Hamas has repeatedly rejected reasonable offers to make peace. We can't forget October 7th, can we? Now, as if to encourage continued conflict, some of this body is seeking to unilaterally recognize a Palestinian state. The rewards would be too great for Hamas terrorists for their atrocities. This would be a reward for these horrible atrocities, including October 7th, even while they refuse to release the hostages or accept a ceasefire. Instead of giving to Hamas and giving so much, because they have taken so much. This could have been solved so long ago. But instead of giving in to Hamas's ransom demands, those who want peace should be united with one message: release the hostages now. അപ്പോൾ ബന്ധികളെ മോചിപ്പിക്കണം എന്നതാണ് ഒരു സമാധാന നീക്കത്തിനുള്ള ആദ്യ പടി എന്ന് ട്രംപ് അസന്നിഗ്ധമായി ആ നിലപാട് ഇന്നലെ UN-ൽ പ്രഖ്യാപിക്കുകയാണ്. ഇന്നലെ സൗദിയുടെയും ഫ്രാൻസിന്റെയും നേതൃത്വത്തിൽ അധ്യക്ഷതയിലാണ് പ്രശ്നപരിഹാരത്തിനുള്ള ശ്രമങ്ങൾ UN-ന്റെ വാർഷിക യോഗവുമായി ബന്ധപ്പെട്ട് അവിടെ നടക്കുന്നത്. ഫ്രാൻസും UK-യും ഉൾപ്പെടെ ഓസ്ട്രേലിയയും ഉൾപ്പെടെയൊക്കെയുള്ള രാഷ്ട്രങ്ങൾ ഈ പലസ്തീനെ ഒരു രാഷ്ട്രമായി അംഗീകരിക്കുകയും അവിടെ സമാധാനം പുലരാൻ അടിയന്തര നടപടികൾ വേണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇസ്രായേലിന്റെ അതേ നിലപാട് UN-ൽ ട്രംപ് ആവർത്തിക്കുന്നത്. ഇത് മറ്റ് ലോകരാഷ്ട്രങ്ങളെ, ഈ പിന്തുണ അർപ്പിച്ച ലോകരാഷ്ട്രങ്ങളെ കുറ്റപ്പെടുത്തിക്കൊണ്ടുകൂടിയാണ് ട്രംപ് ഈ നിലപാട് അവിടെ പ്രഖ്യാപിക്കുന്നത്. അതിൽ ഇന്ന് ശക്തമായ പ്രതികരണവുമായി എത്തിയിരിക്കുന്നത് ഫ്രാൻസ് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ ആണ്. അദ്ദേഹമാണ് ഈ വിഷയത്തിൽ ട്രംപിന് നേർക്ക് വിരൽ ചൂണ്ടി സംസാരിച്ചത്. അദ്ദേഹം പറഞ്ഞത് ട്രംപ് ഇസ്രായേലിന് ആയുധങ്ങൾ നൽകുന്നത് നിർത്തുകയാണ് അടിയന്തരമായി ചെയ്യേണ്ടത് എന്നതാണ്. ഇസ്രായേലിന് എല്ലാവിധത്തിലുമുള്ള സൈനികവും അല്ലാതെയുമുള്ള പിന്തുണയും ധാർമ്മിക പിന്തുണയും ഒക്കെ നൽകിക്കൊണ്ട് അവിടെ ഇസ്രായേലിന് നരനായിട്ട് നടത്താൻ വിട്ടിട്ട് UN-ൽ വന്ന് ട്രംപ് മറ്റു രാഷ്ട്രങ്ങളെ കുറ്റപ്പെടുത്തുകയായിരുന്നു. ഏതെങ്കിലും ഘട്ടത്തിൽ സമാധാനത്തിനുള്ള നീക്കം UN-ന്റെ ഭാഗമായി നടക്കുമ്പോൾ അവിടെ വീറ്റോ പവർ ഉപയോഗിച്ചുകൊണ്ട് ആ സമാധാന നീക്കങ്ങളെ, ആ നടപടികളെ ഇല്ലായ്മ ചെയ്യുന്ന ട്രംപാണ് മറ്റു ലോകരാഷ്ട്രങ്ങളെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കുറ്റപ്പെടുത്തുന്നത്. താൻ 7 മാസത്തിനിടെ 7 യുദ്ധം അവസാനിപ്പിച്ചു എന്ന് പറയുന്ന ട്രംപാണ് 65,000-ത്തിലധികം മനുഷ്യർ മരിച്ചു വീണ ഒരിടത്ത് സമാധാനത്തിനുള്ള നീക്കങ്ങൾക്ക് തുരങ്കം വെക്കുന്നത്. അപ്പോൾ അതിന് ശക്തമായ മറുപടിയാണ് ഇന്ന് ഇമ്മാനുവൽ മാക്രോൺ നൽകിയത്. അദ്ദേഹത്തിന്റെ വാക്കുകൾ കൂടി കേൾക്കാം. Et pourquoi il peut le faire davantage que nous? Parce que nous ne livrons pas d'armes qui permettent de mener la guerre à Gaza. Nous ne livrons pas d'équipements qui permettent de faire la guerre à Gaza. Les États-Unis d'Amérique, oui. Le prix Nobel de la paix n'est possible que si vous arrêtez ce conflit. Et donc il faut faire pression sur le gouvernement d'Israël pour qu'il arrête, qu'il cesse le conflit à Gaza, qu'on puisse... ഇവിടെ
പലസ്തീൻ വിഷയവുമായി ബന്ധപ്പെട്ട് മറ്റൊരു നീക്കം കൂടി ഇന്നലെ ട്രംപിന്റെ ഭാഗത്തു നിന്നുമുണ്ടായി. അത് അറബ് മുസ്ലിം രാഷ്ട്ര നേതാക്കളുമായി നടത്തിയ കൂടിക്കാഴ്ചയാണ്. സിറിയയിലെയും ജോർദാനിലെയും ലെബനിലെയും ഒക്കെ നേതാക്കളുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തി. ഇന്തോനേഷ്യൻ പ്രസിഡന്റ്, ഒപ്പം തന്നെ തുർക്കി പ്രസിഡന്റ് ഒക്കെ ഇതിന്റെ ഭാഗമായിരുന്നു. ഈ ഒരു കൂടിക്കാഴ്ച ഈ അറബ് മുസ്ലിം രാഷ്ട്ര നേതാക്കളുമായി ട്രംപ് നടത്തുകയും സമാധാന ശ്രമങ്ങൾക്കുള്ള ചർച്ചകൾ അവിടെ നടക്കുകയും ചെയ്തു. ദ്വിരാഷ്ട്രം രൂപീകരിച്ചുകൊണ്ടുള്ള ഒരു പ്രശ്ന പരിഹാരം എന്നതാണ് ഫ്രാൻസും സൗദിയും ഒക്കെ മുൻകൈയെടുത്ത് കൊണ്ടുവരുന്ന ഒരു ധാരണ. പക്ഷേ അതൊരു തരത്തിലും അംഗീകരിക്കപ്പെടുമെന്ന് തോന്നുന്നില്ല. പകരം ട്രംപിൻ്റെതായ ചില തീരുമാനങ്ങളും നീക്കങ്ങളും അത് ഒരുപക്ഷെ നെതന്യാഹുവിൻ്റെ കൂടി അറിവോടുകൂടിയുള്ള നീക്കങ്ങളാണ് അവിടെ നടക്കുന്നത്. അത് ബന്ദികളെ മോചിപ്പിക്കുക എന്നത് വളരെ പരമപ്രധാനമായിട്ടുള്ള കാര്യം. അതിനുശേഷം പലസ്തീൻ്റെ നിയന്ത്രണം എന്നത് ഒരു പ്രത്യേക സമിതിക്ക് നൽകുക, അത് ഹമാസിനെ പൂർണ്ണമായും മാറ്റി നിർത്തിക്കൊണ്ടുള്ള ഒരു സംവിധാനം എന്നതാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെ ഒരു സംവിധാനം ഉണ്ടാക്കുക മാത്രവുമല്ല, ഈ മുസ്ലിം രാഷ്ട്ര തലവന്മാർ പങ്കെടുക്കുന്ന ചർച്ചയിൽ അവരുടെ സൈന്യത്തെ പലസ്തീനിലേക്ക് കൊണ്ടുവന്ന് അവിടെ റീകൺസ്ട്രക്ഷന്റെ ഭാഗമായിട്ടുള്ള പ്രവൃത്തികളിലും സമാധാനം കൈവരിക്കുന്നതിനുള്ള പ്രവൃത്തികളിലും അവരുടെ പങ്കാളിത്തം ഉറപ്പാക്കുക തുടങ്ങിയ ലക്ഷ്യങ്ങളാണ് ട്രംപിനുള്ളത് എന്നതാണ് മനസ്സിലാക്കുന്നത്. അതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളാണ് നടന്നത്. എന്തായാലും നെതന്യാഹുവിന് സ്വീകാര്യമാകുന്ന നയങ്ങളും കാര്യങ്ങളും സമാധാന നീക്കങ്ങളും അല്ലെങ്കിൽ ഒരു ധാരണയുമായിരിക്കും അവിടെ ട്രംപ് അവതരിപ്പിച്ചത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പക്ഷേ അതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല. ട്രംപ് കൂടുതൽ പ്രതികരണങ്ങൾ അതുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടില്ല. ഈ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം എന്താണ് അവിടെ നടന്നതെന്നതിനെ സംബന്ധിച്ചുള്ള ഒരു പൂർണ്ണ രൂപം വരുന്നില്ല. വിദേശ മാധ്യമങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട ചില സൂചനകൾ മാത്രമാണ് നൽകുന്നത്. പലസ്തീൻ അതോറിറ്റിയുടെ ഇടപെടൽ ഒഴിവാക്കിക്കൊണ്ട് അതിന് സമാനമായ മറ്റൊരു സംവിധാനം രൂപീകരിച്ച് ഹമാസിനെ പൂർണ്ണമായും ഒഴിവാക്കി പലസ്തീന്റെ നിയന്ത്രണം അവർക്ക് കൈമാറിക്കൊണ്ടുള്ള ഒരു പ്രശ്ന പരിഹാരത്തിന് നീക്കം നടക്കുന്നു എന്ന സൂചനകൾ മാത്രമാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഈ ചർച്ചയുമായി ബന്ധപ്പെട്ട് തുർക്കി പ്രസിഡന്റ് റസിപ് തയ്യിബ് എർദോഗാനാണ് പറഞ്ഞിരിക്കുന്നത്. അതൊരു പോസിറ്റീവായിട്ടുള്ള ഒരു ചർച്ചയാണ് അവിടെ നടന്നിട്ടുള്ളത്. അതൊരു ഫ്രൂട്ട്ഫുൾ ടോക്ക് ആയിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. കൂടുതൽ പ്രതികരണങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടില്ല. എന്തായാലും അതൊരു ശുഭസൂചനയാണ്. ആ ഇടപെടൽ അവിടെ നടക്കുന്നതിൽ ഏതെങ്കിലും തരത്തിൽ സമാധാനത്തിലേക്ക് നയിക്കുമോ എന്നുള്ള സൂചനകൾ നൽകുന്നു എന്നത് മാത്രമാണ് ഇപ്പോൾ ആശ്വാസമായിട്ടുള്ളത്. പക്ഷേ ഇന്നലെ UN-ൽ ട്രംപ് നടത്തിയ പ്രഖ്യാപനങ്ങൾ അല്ലെങ്കിൽ നിലപാടുകൾ ഒരു തരത്തിലും ഒരു പ്രശ്നപരിഹാരത്തിലേക്ക് നയിക്കുമെന്ന വിദൂര സാധ്യത പോലും ഉള്ളതായിരുന്നില്ല. പക്ഷേ ഇന്നലെ അറബ് രാഷ്ട്ര നേതാക്കളുമായി സംസാരിച്ച ചർച്ചയിൽ ട്രംപ് മുന്നോട്ട് വെച്ച ചില കാര്യങ്ങളിൽ പ്രതീക്ഷയുണ്ട് എന്ന് അതിൽ പങ്കെടുത്ത രാഷ്ട്ര തലവന്മാർ പറയുന്നു. ഇന്തോനേഷ്യയുടെയൊക്കെ പ്രതിനിധികൾ അത് സാധ്യതയുള്ളതാണ് അത്തരം ശ്രമങ്ങൾ എന്ന് അഭിപ്രായപ്പെടുന്ന സാഹചര്യത്തിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം എന്ന പ്രതീക്ഷയാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. കൂടുതൽ വിശദാംശങ്ങൾ അറിവാകുന്നതേയുള്ളൂ. എന്തായാലും സമാധാനത്തിലേക്ക് ആ ചർച്ചകൾ വഴിതെളിക്കട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. നമുക്ക് മറ്റു ചില വാർത്തകൾ വളരെ വേഗത്തിൽ നോക്കാം. സമയക്കുറവ് കൊണ്ട് നമ്മൾ സായനയാത്രയിലേക്കാണ് നമ്മൾ പോകുന്നത്. കൊച്ചിയിൽ നിന്നാണ് നമ്മളുടെ ഇന്നത്തെ കാഴ്ചകൾ. ഞങ്ങളുടെ പ്രതിനിധി ഡാനിപ്പോളാണ് അവിടെ നിന്ന് സുന്ദരമായ സായന കാഴ്ചകൾ പ്രേക്ഷകർക്ക് പങ്കുവെക്കുന്നത്. ആർക്കും പോകാനും സായനം ചെലവഴിക്കാനും പറ്റുന്ന, അത് കടൽക്കാറ്റേറ്റുകൊണ്ട് പൊക്കാളിപ്പാടങ്ങൾക്കിടയിലൂടെ നടക്കാനും ഒരു സായനം ആസ്വദിക്കാനും ഭക്ഷണം കഴിക്കാനും ഒക്കെ പറ്റുന്ന ഒരിടമാണ് ഡാനി പരിചയപ്പെടുത്തുന്നത്. അവിടേക്ക് പോകാം. കൊച്ചി കയ്യിലൊതുങ്ങാത്ത വിധം വളരുമ്പോഴും നാട്ടുഭംഗിയും പാരമ്പര്യവുമെല്ലാം കൈവിടാതെ സൂക്ഷിക്കുന്ന ചിലരുണ്ട്. അങ്ങനെയുള്ള ഒരാളുടെ കരുതിവയ്പ്പാണ് പിഴലപ്പാലത്തിന് താഴെയുള്ള സേവിയേഴ്സ് ഫാം. വരമ്പിലൂടെ നടന്ന് ഇടക്കുയർത്തിയ ചെറുപാലങ്ങൾ കടന്ന് നമുക്ക് സേവിയേഴ്സ് ഫാമിലെ മനോഹാരിത ആസ്വദിക്കാം. ഒരു വശത്ത് പൊക്കാളിയുടെ തലയെടുപ്പുള്ള പച്ചപ്പ്,
ഇടയ്ക്കെത്തുന്ന ചെറുകിളിക്കൂട്ടങ്ങൾ. കുടുംബമായി എത്തുന്നവരാണ് ഇവിടെ ഫാമിൽ അധികവും. പെഡൽ ബോട്ടും കയാക്കിങ്ങുമായി വെള്ളത്തിലൂടെ ഫാമിൽ ചുറ്റിക്കറങ്ങാം. സുന്ദരമായ അനുഭവമെന്നാണ് ഫാമിലെത്തുന്നവരുടെ സാക്ഷ്യം. നല്ലൊരു ഈവനിങ് ഒക്കെ വന്ന് ഇരിക്കാൻ പറ്റിയൊരു നല്ലൊരു ഇതാണ്, നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. കൊച്ചിയിൽ ഇങ്ങനത്തെ ഒരു ഹൈഡൗട്ട് രസമാണ് അല്ലേ? വീക്കെൻഡിലൊക്കെ വന്നിട്ട് ഒന്ന് റിലാക്സ് ചെയ്യാനൊക്കെ നല്ലതാണ്. വർക്ക് പ്രഷറൊക്കെ കുറയാനും ഫാമിലി ആയിട്ട് വരാനും എല്ലാം പറ്റിയ സ്ഥലം, നല്ല സ്ഥലം. എല്ലാം നല്ല കാറ്റൊക്കെ ആയിട്ട് നല്ലതാ. ഫോട്ടോ എടുക്കാൻ പറ്റിയ പ്ലേസ് ആണ്. ഈവനിങ് ആണ് ബെസ്റ്റ്. രസമായിട്ടുണ്ട്. പോവാന് ആദ്യമായിട്ടാണ് ഇങ്ങനെ വന്ന്. കൊച്ചിയിലല്ലേ ഇത് കുറവല്ലേ. പിഴലപ്പാലം വന്നപ്പോൾ ചെമ്മീൻകെട്ടും പാടവുമെല്ലാം ഇനി എന്തു ചെയ്യുമെന്ന് കർഷകനായ സേവ്യർ പലകുറി ആലോചിച്ചിരുന്നു. ഒന്നും ഉപേക്ഷിക്കാൻ മനസ്സു വന്നില്ല. ഒടുവിൽ മറ്റൊരാളുടെ കൂടി സഹായത്തോടെ അത് ഇങ്ങനെ പുതിയൊരാശയമായി മാറി. ആളുകൾ വന്ന് കണ്ടിട്ട് ഭയങ്കര സപ്പോർട്ടാണ് അവർ പറയണത്. കാരണം ഇത്രയും നല്ലൊരു ആംബിയൻസ് ഇങ്ങനെ ഞങ്ങളുടെ ഇവിടെ ഒന്ന് കയറി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ശാന്തമായിട്ട് ഇരിക്കാനുള്ളൊരു ഇതുണ്ട്. കാരണം കൊച്ചിയിൽ നിന്ന് വളരെ അകലെയിലൊന്നുമല്ല, ഏറ്റവും അടുത്ത് കിടക്കുന്ന ഒരു സ്ഥലം. പക്ഷെ ഇപ്പോഴും ആ കൃഷിയും പരമ്പരാഗത ആ നെൽകൃഷിയും പൊക്കാളി കൃഷിയും ചെമ്മീൻകെട്ടും ചീനവലയും കയാക്കിങ് അങ്ങനെയുള്ള വാട്ടർ സ്പോർട്സും ഒക്കെ കൂടിയായിട്ടുള്ള ഒരു ആംബിയൻസ് ഞങ്ങൾക്ക് ഇവിടെ കയറിക്കഴിഞ്ഞാൽ ഇവിടെ എൻട്രിയിലോട്ട് കയറിക്കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾക്ക് ശാന്തമായിട്ട് ഇവിടെ ഇരിക്കാം. ഫാമിലിയായിട്ടൊക്കെ വരാൻ പറ്റിയൊരു സ്ഥലമാണ്. പിന്നെ നല്ല ഫുഡ് കിട്ടും, സീ ഫുഡ് കിട്ടും, ഭരണ സാധനങ്ങളെല്ലാം. പിന്നെ അവിടെ ഞങ്ങളുടെയൊക്കെ പണിക്കാരുടെയൊക്കെ ഇതും ഇടപെടലൊക്കെ വളരെ നല്ലതാണ്. നല്ല രീതിയിലാണ് അവർ പലപ്പോഴും ഇവിടെ ഒരു ബുക്കിൽ അവർ കുറേ കമൻ്റൊക്കെ എഴുതിയിട്ടാണ് പോകുന്നത്. ഒരുപാട് VIP-കളൊക്കെ വരുന്നുണ്ട്. ഒരു ദിവസം നീണ്ടു നിൽക്കുന്ന ആകർഷകമായ പാക്കേജുകളും ഇവർ ലഭ്യമാക്കിയിട്ടുണ്ട്. നാടൻ ഭക്ഷ്യവിഭവങ്ങൾ ലഭ്യമാക്കുന്ന ഭക്ഷണശാലയുമുണ്ട്. കാറ്റിൻ്റെ സമൃദ്ധിയിൽ തലചായ്ച്ച് അസ്തമയ സൂര്യനെ കണ്ടിരിക്കാനും നല്ല ചേലാണ്. കൊച്ചിയുടെ മെട്രോ പരിവേഷത്തിന് കൈതൊടും ദൂരത്ത് തന്നെ ഇങ്ങനെയും ചില സുന്ദരമായ കാഴ്ചകളുണ്ട്. നേരം എത്ര വേലും ഇവിടെ കടന്നു പോകും. അത്രമേൽ സുന്ദരമാണിവിടം. പേളയിലെ സേവ്യേഴ്സ് ഫാമിൽ നിന്ന് ക്യാമറമാൻ കെ.പി. ധനേഷിനൊപ്പം ഡാനി പോൾ, ന്യൂസ് 18. ഡാനി സൂചിപ്പിച്ചതുപോലെ തന്നെ കൊച്ചിയിൽ ഇങ്ങനെ ഒരു സ്ഥലമുണ്ടോ എന്ന് സംശയം തോന്നും. നമ്മൾ സിറ്റിയിൽ നിൽക്കുകയാണെങ്കിൽ ഇനി ഇവിടെ ഒരു ഫ്ലാറ്റ് വെക്കാൻ എവിടെയെങ്കിലും സ്ഥലമുണ്ടോ, ഇല്ലല്ലോ എന്ന് നമുക്ക് തോന്നിപ്പോകും. ആ കൊച്ചിയിൽ തന്നെ ഇങ്ങനെ ഒരു സ്ഥലമുണ്ട്, ഇങ്ങനെ ഒരു സേവിയേഴ്സ് ഫാം ഉണ്ട് എന്ന് പരിചയപ്പെടുത്തിയത് ഡാനിപ്പോളാണ്. വളരെ നന്ദി ഡാനിപ്പോൾ. എന്തായാലും സുന്ദരമായ കാഴ്ചകളാണ്. പെഡൽ ബോട്ടിങ്ങും ഒക്കെ ആയിട്ട് ഇഷ്ടമുള്ള ഭക്ഷണമൊക്കെ കഴിച്ച് കരിമീനൊക്കെ പൊരിച്ചും റോസ്റ്റ് ചെയ്തുമൊക്കെ കഴിച്ച് സുന്ദരമായ ഒരു സായാഹ്നം പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സേവിയേഴ്സ് ഫാമിലേക്ക് പോകാം. എന്തായാലും പ്രേക്ഷകർക്ക് ഈ പരിചയപ്പെടുത്തിയ സ്ഥലം ഇഷ്ടപ്പെട്ടു കാണും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ഇനി നാളെ കാണാം. ഇടവേളയ്ക്ക് ശേഷം ലൈവ് at 6 കാണാം.